കർത്താവിന്റെ ധന്യ പരിശുദ്ധ നാമത്തിന് സ്തോത്രം. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ സ്റ്റഡി പ്രോഗ്രാമിൽ പങ്കുകൊള്ളാൻ സർവശക്തനായ കർത്താവ് തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദരനായ കർത്താവിന്റെ ദാസൻ ദിവ്യാനുസരിച്ചാനായിട്ട് സ്തോത്രം. മറ്റ് പ്രവർത്തകരായ ദൈവാസന്മാരെയും ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. നല്ല പാട്ടുകൾ പാടിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ സഹായിക്കട്ടെ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു പഠനമാണ് ഇന്ന്. സൃഷ്ടാവ്, സൃഷ്ടിയും സൃഷ്ടാവും എന്നുള്ള ഒരു വിഷയമാണ്. ഇങ്ങനൊരു വിഷയം സത്യത്തിൽ 4 ദിവസം എങ്ങനെയാണ് പഠിക്കാനുള്ളത് എന്നത് നമുക്കൊരു പക്ഷേ ആശങ്ക വന്നേക്കാം. കാരണം വളരെ ലളിതമായൊരു നിലയിൽ നമ്മൾ വളരെ ബാല്യം മുതൽ സൃഷ്ടിയെ പറ്റിയൊക്കെ പഠിക്കുന്നു. എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾക്കപ്പുറത്ത് എത്തിസ്റ്റുകളുമായിട്ടുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി. എത്തിസ്റ്റുകളുടെ വലിയൊരു പ്രോഗ്രാമാണ് നടത്തിയത്. അതിലേക്ക് എന്നെ ക്ഷണിക്കുകയാണ് ചെയ്തത്. വളരെ തിരക്കൾക്ക് നടുവിലായിരുന്നു ഞാൻ ആ പ്രോഗ്രാമിൽ പോയത്. എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും എല്ലാമായിട്ടാണ് പോകുന്നത്. ഞാൻ ഇത്ര പ്രോഗ്രാമുകളിൽ കുടുംബമായിട്ട് പോകും. കാരണം കുഞ്ഞുങ്ങൾ കൂടി അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടാവും. പലപ്പോഴും ഈ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇടപെടുന്ന മനുഷ്യര്, ആളുകൾ വിശുദ്ധ തിരുവെഴുത്തിനെ പറ്റി നമ്മളെല്ലാം അല്ല, ഭൂരിപക്ഷം പേര് എന്തോ തെറ്റിദ്ധാരണ ഉള്ളവരാണ്. അവിടെ വചനത്തിന്റെ ആ ഇൻവാലിയബിലിറ്റി, അതിന്റെ നിസ്തുല്യത, അതിന്റെ അപ്രമാദിത്വം, അത് എത്രമാത്രം എന്ന് എനിക്കൂടി പഠിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടായത്. ഞാനൊരു ശാസ്ത്രപഠിതാവല്ല. ഞാൻ ശാസ്ത്ര വിഷയങ്ങൾ പറയുന്നത് സാങ്കേതികമായി പോലും ശരിയല്ല എന്ന് എനിക്കറിയാം. എന്നാൽ എനിക്കൊരു കാര്യമല്ല, വിശുദ്ധ തിരുവെഴുത്ത് ശാസ്ത്ര ചിന്താഗതികൾക്ക് ഒരിക്കലും വിരുദ്ധമല്ല. അതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ക്രിസ്ത്യാനിറ്റി എന്ന ഒരു ആദർശ സംഹിത ലോകത്തില്ലായിരുന്നെങ്കിൽ ശാസ്ത്രം വളരില്ല, ശാസ്ത്രം ഉണ്ടാവില്ല. ശാസ്ത്രം ഉണ്ടാവില്ല എന്നല്ല, അതൊരു പ്രിമിറ്റീവ് സ്റ്റേജിനപ്പുറത്തേക്ക് കടങ്ങില്ല. അറിവിന്റെ ആ വലിയ കുത്തൊഴുക്ക്, അറിവിന്റെ വെളിച്ചം, നമ്മൾ വിക്ടോറിയൻ കാലത്ത് ഉണ്ടായ വലിയ അറിവിന്റെ വിപ്ലവമൊക്കെ ക്രിസ്ത്യാനിറ്റിയിലൂടെ സംഭവിച്ചാണ്. ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ക്രിസ്തീയ രാജ്യങ്ങൾ എടുക്കാം. ആ രാജ്യങ്ങളിലാണ് ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, വലിയ ഗവേഷണ കേന്ദ്രങ്ങൾ, റിസർച്ച് സെന്ററുകളുണ്ട്. ക്രിസ്ത്യാനിറ്റി ഉള്ളെടുത്താണ്. ഇനി ഇന്ത്യയിലേക്ക് തന്നെ വന്നാല്, കേരളത്തിലുള്ള മനുഷ്യൻ ഇന്ത്യയിലെ 28 സ്റ്റേറ്റിലെ ആളുകളെ അപേക്ഷിച്ച് തമിഴ്നാടും കേരളവും അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ വിദ്യാഭ്യാസപരമായും സാമൂഹ്യ രംഗങ്ങളിലും നേടിയെടുത്ത ഒരു ഉന്നതിയും ഒരു മേൽക്കോയ്മയും, അത് ക്രിസ്ത്യാനിറ്റിയുടെ സാന്നിധ്യമാണ് ആ രൂപത്തിൽ ഈ നാടുകളെ മാറ്റിയത്. ഇതിൻ്റെ ഒരു അപവാദമായി പറയുന്നത് ക്രിസ്ത്യാനിറ്റി സയന്റിസ്റ്റുകളെ കൊന്നിട്ടുണ്ടെന്നാണ്. എന്നാൽ ഇവിടെ ഈ വിമർശകര് ക്രിസ്ത്യാനിറ്റിയെ സമഗ്രതയിൽ എടുക്കാറുണ്ട്. കാത്തലിക് അധികാരമുള്ള കാലത്ത് പോർച്ചുഗീസ് ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ, ഇന്ത്യയിലും ഗോവയിലും ഒക്കെ വിശേഷിച്ച് ലോകത്തെമ്പാടും അവർക്ക് ആധിപത്യം കിട്ടിയിടത്ത് ഒരു കൺസർവേറ്റീവായ ബോധത്തിനപ്പുറത്ത് ചിന്തിക്കുന്ന ആളുകളോട് മോശമായി ഇടപെട്ടിട്ടുണ്ട്. അതിനെ കാണേണ്ടത് കേവലം ക്രിസ്ത്യാനിറ്റിയുടെ ഇടപെടലായിട്ട് മാത്രമല്ല, ഈ ചർച്ചും സ്റ്റേറ്റും തമ്മിൽ കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ, ഭരണവും പൊളിറ്റിക്സും ഒക്കെ കയ്യിൽ വരുമ്പോൾ അധികാരം നിലനിർത്താൻ വേണ്ടി അതിന്റെ മേധാവികളും പുരോഹിതന്മാരും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ക്രിസ്ത്യാനിറ്റിയെ അതിന്റെ ആകത്തുകയിലെടുത്താൽ അത് ഉണ്ടാക്കിയെടുത്ത സാമൂഹ്യ വിപ്ലവം വലുതാണ്, സയന്റിഫിക് ടെമ്പർ വലുതാണ്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയാറുണ്ട്, ലോകത്ത് ഇന്നോളം ഒരു ശാസ്ത്ര പ്രതിഭയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പരിഗണന എന്നത് നൊബേൽ പ്രൈസ് ആണ്. ഈ നൊബേൽ പ്രൈസ് വാങ്ങിയ വിശ്വാസികളുടെ എണ്ണം, അല്ലെങ്കിൽ യഹൂദനോ ക്രിസ്ത്യാനിയോ ആയ ഓൾഡ് ടെസ്റ്റമെന്റോ ന്യൂ ടെസ്റ്റമെന്റോ എഗ്രി ചെയ്യുന്ന ആളുകളുടെ പേഴ്സന്റ് എടുത്താൽ 69 to 70 ആണ്, 65 to 70 ആണ്.
70% നമുക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ശാസ്ത്രരംഗം. അഗ്നോസ്റ്റിക്കുകൾക്കും എത്തിസ്റ്റുകൾക്കും കൂടെ കിട്ടിയിട്ടുള്ളത് ബിലോ 10% ആണ്. ബിലോ 10%. അഗ്നോസ്റ്റിക്കുകളായിട്ടുള്ള അല്ലെങ്കിൽ എത്തിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് ഇത് കിട്ടിയത് കൂടുതലും സയൻസിനുമല്ല, മറിച്ച് സാഹിത്യത്തിനാണ് എന്നോർക്കണം. സാഹിത്യം നല്ലതാണ്, മനഃശാസ്ത്രപരമായി മനുഷ്യന്റെ അഭിവൃദ്ധിക്കും ഉന്മേഷത്തിനും ഒക്കെ അത് നൽകുന്ന പ്രചോദനം വലുതാണ്. അത് മോറലി നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ട്. പക്ഷേ ജീവന്റെ നിലനിൽപ്പിനും പ്രപഞ്ചത്തിന്റെ അനസ്യൂതമായ പോക്കിനുമൊക്കെ പ്രചോദനം ചെയ്യുന്ന വിധത്തിൽ ഉള്ള ശാസ്ത്രരംഗത്തെ പ്രതിഭകൾക്ക് ഏറ്റവും വലിയ പരിഗണന കിട്ടിയിട്ടുള്ളത് നമുക്ക് ക്രൈസ്തവർക്കാണ് കൂടുതൽ. ജൂതന്മാർക്കും ക്രൈസ്തവർക്കുമാണ്. ബൈബിളിന്റെ അനുവാചകർക്കാണ്. ബൈബിളിനെ അനുധാവനം ചെയ്ത മനുഷ്യർക്കാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി ഇതിനെതിരല്ല. ഇനി ക്രിസ്ത്യാനിറ്റി വളർന്ന ഇടത്തൊക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നിട്ടുണ്ട്. വലിയ യൂണിവേഴ്സിറ്റികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻമാരെ സൃഷ്ടിച്ചത്, ഐസക് ന്യൂട്ടന്മാരെ സൃഷ്ടിച്ചത്, മൈക്കൽ ഫാരഡയെ സൃഷ്ടിച്ചത്, ഗ്രിഗർ മെൻഡലിനെ സൃഷ്ടിച്ചത്, ലൂയി പാസ്റ്ററെ സൃഷ്ടിച്ചത് ഒക്കെ ബൈബിളാണ്. ജോർജ് ഗാമാവിനെ സൃഷ്ടിച്ചത് ബൈബിളാണ്. അറിയപ്പെടുന്ന ആശയഗതികൾക്കെല്ലാം പിന്നിൽ ക്രിസ്ത്യാനിറ്റി നൽകിയിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അത് നിങ്ങൾക്കറിയാം. ഞാൻ അവിധത്തിലുള്ള ഒരു മതേതര ക്ലാസ്സിലേക്ക് പോകുന്നില്ല. മറിച്ച് നമുക്ക് ഇൻ ബൈബിളിൽ തന്നെ നിന്നുകൊണ്ട് അഭിമാനത്തോടു കൂടി വേണം ഈ തിരുവെഴുത്ത് പരിശോധിക്കാൻ. കാലം എത്ര കഴിഞ്ഞാലും അതിന്റെ ആ പവിത്രതയും അതിന്റെ മനോഹാരിതയും ഒന്നും നഷ്ടപ്പെടില്ല. ഇതിലൊരു അപവാദമായിട്ടുള്ളത് പല ഘട്ടങ്ങളിലും ഈ ബൈബിൾ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകളും അല്ലാതെ യഥാസ്ഥിതികരായി ആധുനികതയുടെ മാറ്റങ്ങളെ കണ്ട് ഭയപ്പെട്ടു പോകാറ്. പുതിയ പുതിയ ആശയങ്ങൾ വരുമ്പോൾ ബൈബിൾ കാലഹരണപ്പെടുമോ എന്ന ഒരു ആശങ്ക കൊണ്ട് അതിനെ അനാവശ്യമായി ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം നമ്മുടെ ചിന്തകൾ, വിശുദ്ധ തിരുവെഴുത്തിലെ ചിന്തകൾ ശാസ്ത്ര വളർച്ചയ്ക്ക് പ്രചോദനമായിട്ടുണ്ട് എങ്കിലും അത് ശാസ്ത്രം പറയാനൊന്നും ഉണ്ടായ കൃതിയല്ല. ശാസ്ത്രം പറയാനായിരുന്നെങ്കിൽ കുറെ കൂടി നേരെ അത് പറയാമായിരുന്നു. എന്നുവെച്ചാൽ ഇത് മനുഷ്യജീവിതത്തിന്റെ സ്പിരിച്വാലിറ്റി, വാട്ട് ഈസ് റിയൽ സ്പിരിച്വാലിറ്റി, എന്തായിരിക്കണം യഥാർത്ഥ ആധ്യാത്മികത എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അതിന്റെ വെളിപ്പാട്. ഇതൊരു വെളിപ്പാടാണ്. അനിവാര്യമായ കാര്യങ്ങൾ, സ്പിരിച്വലി നമുക്ക് അനിവാര്യമായ കാര്യങ്ങളുടെ ഒരു എക്സ്പോസിഷനാണ്. അപ്പോ ആ വെളിപ്പാടിലൂടെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ വിശുദ്ധ തിരുവെഴുത്ത് സഹായിക്കും. ഞാൻ ഇന്ന് ഉൽപ്പത്തിയിലെ ഒരു ചിന്ത പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഉൽപ്പത്തിയിലെ ചിന്ത ബൈബിളിലേക്ക് തന്നെ വരാം. ആദ്യം തന്നെ വിശുദ്ധ ബൈബിളിലെ ആമുഖ ഭാഗം, അതിന്റെ ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തിയാണെന്നറിയാം. അപ്പൊ ഈ ഉൽപ്പത്തിയുടെ തുടക്കം വളരെ ഗംഭീരമായ ഒരു തുടക്കമാണ്. ഇതേപോലെ ഒരു ആധ്യാത്മിക ഗ്രന്ഥം ഇല്ല. പ്രപഞ്ചത്തിൽ മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചരിത്രം നിർമ്മിച്ചു. ആ പ്രപഞ്ച സംവിധാനത്തില് എന്താ പറയുക, ദൈവത്തിന്റെ ഇടപെടൽ. ഇത് രണ്ട് കാര്യങ്ങൾ. ഗോഡ് ഇന്റർഫിയർ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ ദൈവം ഇടപെടുന്നു എന്നുള്ളതാണ് ബൈബിൾ മുമ്പോട്ട് വന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിന്റെ പരിണിതിയാണ് ചരിത്രം എന്ന് നമ്മൾ വിശ്വസിക്കും. അങ്ങനെയാണത് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഉൽപ്പത്തിയെ ഒക്കെ പഠിച്ചവരും ഗ്രഹിച്ചവരുമായ ആളുകൾക്ക് പല ഘട്ടങ്ങളിലും ഇതേക്കുറിച്ച് തെറ്റായിട്ടുള്ള ധാരണകളും വിചിന്തനങ്ങളും. അത് കൂടുതലും മലയാളികൾക്കാണ്. മലയാളി ക്രൈസ്തവരായ ആളുകൾക്ക് അങ്ങനെയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം പരിണാമ സിദ്ധാന്തം പോലെയൊക്കെയുള്ള ആശയങ്ങൾ വരുമ്പോൾ അതിനോട് എങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, എന്തായിരിക്കണം അതിനോടുള്ള അപ്രോച്ച് എന്നൊരു ആശങ്ക വരാറുണ്ട്. ഈ ആശങ്ക നിമിത്തം ചിലർ അതിനോട് കോംപ്രമൈസ് ചെയ്യുകയും ചില ആളുകൾ അതിനെ തെറ്റായിട്ടൊന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. കാരണം പോപ്പ് പരിണാമ സിദ്ധാന്തം അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഔദ്യോഗികമായി എവല്യൂഷൻ തിയറി അംഗീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അത് കാണിച്ചിട്ട് നിരീശ്വരന്മാരെ പറയേണ്ടത് എന്റെ പോപ്പ് വരെ അംഗീകരിച്ചു, നിങ്ങൾക്ക് എന്താണ് അംഗീകരിക്കാൻ പാട്? ഇനി വേറെ ചില ആളുകൾ ചെയ്യുന്നത് ഈ വിശ്വാസത്തോടും മതത്തോടും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും, പക്ഷെ സിദ്ധാന്തങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തയ്യാറാവാതെ അന്ധമായി വിശ്വസിക്കും സിദ്ധാന്തങ്ങളെ. അപ്പോ ഇവിടെ ഒരു വിഷയമുണ്ട്. ഈ സിദ്ധാന്തം അഥവാ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ തിയറി, അല്ലെങ്കിൽ തിയറിയുടെ അല്ലെങ്കിൽ ഹൈപ്പോത്തസിസിന്റെ വേറൊരു ഭാഗമാണ് ശരിക്കും തിയറി എന്ന് പറയുന്നത്. ഈ തിയറി ശാസ്ത്രമാണെന്ന് പറയുന്നത് ഒരു അബദ്ധമാണ്. തിയറികൾ ശാസ്ത്രമായില്ല. അത് സയൻസിലേക്കുള്ള, അറിവിലേക്കുള്ള ഒരു ശ്രമം മാത്രമാണ്. വളരെ സീരിയസ് ആയ ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പോ എന്നാൽ ലോ അങ്ങനെയല്ല. ലോ ആണ് ശാസ്ത്രം. പ്രിൻസിപ്പിൾസ് ഒരിക്കലും
ശാസ്ത്രമാവില്ല, മറിച്ച് ലോ അത് ശാസ്ത്രമാണ്. അപ്പോ നമുക്ക് തെർമോഡൈനാമിക്സിൽ 3 പ്രിൻസിപ്പിൾ, 3 തിയറിയാണ്, 3 ലോ ഉണ്ട്. 3 ലോ, അത് എനർജി ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല എന്ന് പറയുന്നത് അത് ലോയാണ്. ആ ലോ മാറത്തില്ല, അതാണ് ശാസ്ത്രം. അപ്പോ എനർജി ഉണ്ടാക്കാൻ പറ്റില്ല, അത് നശിപ്പിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ വസ്തുതയാണ്. അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അതുപോലെ നമുക്ക് ഇപ്പോ കണികാ സിദ്ധാന്തത്തെ അതുപോലെ കാണാൻ പറ്റില്ല. കാരണം എന്താണ്? അതൊരു സിദ്ധാന്തമാണ്, വന്നതിൽ ഒരു സജഷനാണ്. അപ്പൊ ഇതിനെ വേറിട്ട് പഠിക്കാത്ത ഒരു പ്രശ്നം പല ഘട്ടങ്ങളിലും ആളുകൾക്കിടയിലുണ്ട്. അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ശാസ്ത്രത്തെ നിരാകരിക്കുന്ന ആ ബോധത്തിലും അല്ല സംസാരിക്കുന്നത്. ഇപ്പൊ ശാസ്ത്രത്തിന്റെ ഗുണഗണങ്ങൾ അംഗീകരിക്കുകയും ശാസ്ത്രത്തെ തള്ളുകയും വേണമെന്നല്ല. അപ്പോൾ തന്നെ മറുവശത്ത് ശാസ്ത്രമാണ് എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനമെന്ന് ശാസ്ത്രം പോലും തെളിയിച്ചിട്ടില്ല. ഇനിയുമുണ്ട് ഒത്തിരി കണ്ടെത്തലുകൾ മനുഷ്യന് ആവശ്യമായി. അപ്പൊ നമുക്ക് ശാസ്ത്ര നിഷേധികളല്ല നമ്മൾ. ശാസ്ത്രം വളരുന്ന ഇടത്ത് വചനത്തിന് പ്രസക്തി കൂടുതലാണ്, വിശേഷിച്ച് ഭൗതിക ശാസ്ത്രത്തിന്റെ വളർച്ച. അപ്പൊ നമുക്ക് അതിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ തിരുവെഴുത്തിനെ കുറിച്ചൊരു ഗ്രാഹ്യം ആദ്യം ഉണ്ടാകണം. അപ്പോ നമുക്ക് ഉൽപ്പത്തിയിലേക്ക് പോകാം. ഉൽപ്പത്തി മനോഹരമായൊരു ഗ്രന്ഥമാണ്. ഈ പുസ്തകം സത്യത്തില് ഒരു വിപ്ലവാത്മകമായ എഴുത്താണെന്ന് പറയാൻ പറ്റും. കാരണം ഈ സൂപ്പർസ്റ്റിഷ്യസ്, അന്ധവിശ്വാസ ജടിലമായൊരു ലോകമായിരുന്നു അന്ന്. ഇന്നും അങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യൻ, അന്ധവിശ്വാസമാണ്. അപ്പോ അന്ധവിശ്വാസം നിറഞ്ഞ ഒരു ലോകം, വല്ലാത്തൊരു ലോകം. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇതുവരെയും അന്ധവിശ്വാസത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. അപ്പൊ എക്സാമ്പിൾ, നമ്മുടെ ചില മത കേന്ദ്രങ്ങളിൽ മതത്തോടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല കാര്യങ്ങൾ സൂപ്പർ നാച്ചുറൽ ആണ് എന്ന് ജനത്തെ വിശ്വസിപ്പിച്ചിട്ട് അത് അങ്ങനെയല്ല എന്ന് പറയാൻ അവർ ബാധ്യസ്ഥരാകും. അപ്പോൾ എന്നാലും മനുഷ്യൻ അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു ബോധത്തിലേക്ക് പോകാറുണ്ട്. എനിവേ, നമുക്കിവിടെ വേണ്ടത് ഈ പുസ്തകം എഴുതാനുള്ള ഒരു പശ്ചാത്തലം. ബൈബിൾ എപ്പോഴും ആ കോണ്ടക്സ്റ്റിനെ ബേസ് ചെയ്താണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. കോണ്ടക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു ടെക്സ്റ്റിനെ സമീപിക്കാൻ പാടില്ല. ആ ടെക്സ്റ്റിനോട് സമീപിക്കാൻ അതിന്റെ കോണ്ടക്സ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് ഏത് സാഹചര്യത്തിലാണ് ഈ പുസ്തകത്തിന്റെ സൃഷ്ടി, എന്താണ് അതിന്റെ എഴുത്തുകാരൻ മീൻ ചെയ്തത്, എന്തിനാണത് രചിച്ചത്. അപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ ഒരു ഉദ്ദേശ്യം എന്ന് പറയുന്നത് അതുവരെ മനുഷ്യൻ ധരിച്ചിരുന്നു, അതിലെ കൂടെ മുതൽ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകൾ ഗ്രഹിച്ചിരുന്നത് ഈ ഭൂമി അല്ലെങ്കിൽ ഇതിന്റെ സൃഷ്ടി വ്യത്യസ്തരായ ദൈവങ്ങൾ, വ്യത്യസ്തരായ ആളുകളുടെ കലഹങ്ങളും പ്രശ്നങ്ങളാലും ഒക്കെ സൃഷ്ടിക്കുന്നതാണ്. പിന്നെ ചിലർ ധരിച്ചത് സൂര്യനാണ് ക്രിയേറ്റർ, സൂര്യനെ സകലത്തിന്റെയും സൃഷ്ടാവായി മനുഷ്യർ കണ്ടു. സൂര്യനാണ് ആത്യന്തികമായ പവറുള്ളത്, സൂര്യനാണ് സൃഷ്ടാവ്. ഇത് ഈജിപ്തുകാരുമൊക്കെ സൂര്യനെ ദൈവമായി കണ്ടു. ഇനി അറബി ദേശത്തെ ആളുകൾ ചന്ദ്രനെയാണ് ദൈവമായി കണ്ടത്. ചന്ദ്രൻ, അതിന് കാരണമുണ്ട്. ഈ സൂര്യനെ ദൈവമായി കണ്ടതിൽ നിന്ന് കുറെ വിഭിന്നമാണ് ചന്ദ്രനെ കണ്ടത്. സൂര്യനെ കാണാൻ കാരണം സൂര്യൻ നമ്മളെ ഊർജ സ്രോതസ് എന്നതിനൊക്കെ അപ്പുറത്ത് ഭീകരത സൃഷ്ടിക്കുന്ന കനത്ത ചൂട് പ്രദാനം ചെയ്യുന്ന ശക്തിയാണ്. കനത്ത ചൂട് ഏത് ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ, അതുപോലെ തന്നെ സസ്യലതാദികളെ കത്തിച്ചു കളയാൻ വീര്യമുള്ളതുകൊണ്ട് പവർ സൂര്യനാണ് എന്ന് ധരിച്ചു. തീർച്ചയായിട്ടും സൂര്യന്റെ ശക്തിയെ നമ്മൾ നിരാകരിക്കുന്നില്ല, അതൊരു ഇന്ധനപ്പുരയാണ്. ആ ഇന്ധനപ്പുരയുടെ കഴിവിനെ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളെ, ആ പൊട്ടൻഷ്യൽസ് നമുക്ക് നിരാകരിക്കാൻ കഴിയും. പക്ഷെ അത് ദൈവമാണെന്ന വാദത്തോട് ബൈബിൾ യോജിക്കുന്നില്ല. ദൈവം സൃഷ്ടാവ് സൂര്യനാണ്. അപ്പൊ ഇത് വിശ്വസിച്ച ആളുകളായിരുന്നു ഈജിപ്തുകാർ. സൂര്യനെ കണ്ട ഒത്തിരി രാജ്യങ്ങളുണ്ട്. ഈ സൂര്യനെയാണ് ബാൽ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ബാൽ ദേവൻ എന്ന് പറയുന്നതൊക്കെ സൂര്യനാണ്. ഇനി ചില ആളുകൾ ചന്ദ്രനെ വിശ്വസിക്കും. അതിന്റെ കാരണം ഈ പകൽ എന്ന് പറയുന്നത് അറബികൾക്ക്, വിശേഷിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് ആളുകൾക്ക് പകൽ ഭീകരതയുടെ അനുഭവമാണ്. ഭീകരതയാണ് പകല്, കനത്ത ചൂടാണ്. അവർക്കൊന്നും ഒരു ആക്ടിവിറ്റിയിലും പങ്കെടുക്കാൻ കഴിയും. രാത്രി അവർക്ക് കുളിർമയാണ്, ആശ്വാസമാണ്. കാരണം കുറെയെങ്കിൽ അവർക്ക് ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം സംജാതമാകുന്നത് രാത്രിയിൽ. ഇപ്പൊ രാത്രിയെ അവർ ആദരിച്ചു. രാത്രിക്ക് ചന്ദ്രനാണ് പ്രധാനം. ചന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് അവർ കൃഷി ഇറക്കുന്നത്. ചന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് അവർ കാലാവസ്ഥയെക്കുറിച്ച് ധരിച്ചത്. അപ്പൊ ഇതുകൊണ്ട് ചന്ദ്രൻ ചിലർക്ക് ദൈവമാണ്. അപ്പൊ സൂര്യനെ, ചന്ദ്രനെ, ചരാചരങ്ങളെ ഒക്കെ ദൈവങ്ങളായി കണ്ടു. പർവ്വതങ്ങളെ കണ്ട് മനുഷ്യൻ ഭയപ്പെട്ടു. വോൾക്കാനോസ് അതിനെ കണ്ട് ഭയപ്പെട്ടു. സമുദ്രത്തെ ദൈവമായി കണ്ട് ഭയപ്പെട്ടു. ഇങ്ങനെയൊക്കെ പോരുന്ന പലതര ആരാധനാ രീതികളുടെ നടുവില് ഇതല്ല ദൈവം, ഇവയെല്ലാം സൃഷ്ടിയാണ് എന്ന് പറയാം. അതായത് നേച്ചർ ഇറ്റ്സെൽഫ് ഈസ് ദ ക്രിയേഷൻ. നേച്ചർ എന്ന് പറയുന്ന ഒരു ക്രിയേഷൻ ആണ്. ഒരിക്കലും അത് വർഷിപ്പ് ചെയ്യാൻ പര്യാപ്തമല്ല. നേച്ചറിന്റെ മനോഹാരിതയോ അതിന്റെ ഈ ഭീകരതയോ അതിന്റെ സുഖസൗകര്യങ്ങളോ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സ് പോകേണ്ടത് ടു ദ അൾട്ടിമേറ്റ് വൺ,
ആത്യന്തികനായ പരമപ്രധാനിയായ ആ ഒന്നിപ്പൊട്ടൻ്റായിട്ടുള്ള സർവ സാധ്യതകളുമുള്ള ഒരു ദൈവത്തിങ്കിലേക്ക് പോകണം. ദിസ് ഈസ് ദ ഫസ്റ്റ് എയിം ഓർ പർപ്പസ് ബിഹൈൻഡ് ദ റൈറ്റിംഗ് ഓഫ് ബുക്ക് ഓഫ് ജനസിസ്. ജനസിസ് എഴുതുന്നതിന്റെ പിന്നിലെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതായത് സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. സൃഷ്ടിയിൽ നിന്ന് മാറി സൃഷ്ടാവിലേക്ക് മനുഷ്യ മനസ്സിനെ എടുത്തു മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ കോൺസെൻട്രേഷനെ എടുത്ത് സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവിലേക്ക് പുനർനിർമ്മിക്കുന്ന, അവിടേക്ക് പുനർവിന്യസിക്കുന്ന, അവിടേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ആഹ്വാനമാണ് ഉൽപ്പത്തി തരുന്നത്. ഉദാഹരണം, സൂര്യനെ, ചന്ദ്രനെ, ചരാചരങ്ങളെ, നീരൊഴുക്കുകളെ, സമുദ്രത്തെ ഒക്കെ ദൈവങ്ങളായി കണ്ട് പ്രാർത്ഥിക്കുന്നവരോട് പറയാണ്, സുഹൃത്തെ, ഈ സമുദ്രം നല്ലതാണ് കേട്ടോ, സൂര്യൻ നല്ലതാണ് കേട്ടോ, ചന്ദ്രൻ നല്ലതാണ്, പക്ഷേ അത് ക്രിയേറ്റർ അല്ല, അതിനെ സൃഷ്ടിച്ച ഒരു ക്രിയേറ്റർ ഉണ്ട് എന്ന ഒരു വാദം അത് മുമ്പോട്ട് വെക്കും. അപ്പൊ നമുക്ക് സൃഷ്ടിയെക്കുറിച്ച് മനോഹര വിവരണം തരുന്ന ഉൽപ്പത്തിയിലൂടെ തന്നെ സഞ്ചരിക്കാം. എങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും ഇല്ലാതെ, അല്ലെങ്കിൽ പ്രകാശ സ്രോതസ്സുകൾ ആ രൂപത്തിൽ കാണാതെ സൂര്യനെ 3-ാം ദിവസം സൃഷ്ടിക്കുമ്പോൾ ബാക്കി 1-2 ദിവസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇത്യാദി നിരവധി രസകരമായ ചോദ്യങ്ങളുടെ കലവറയാണ് മനുഷ്യന്റെ മനസ്സ്. നല്ലതാണല്ലോ. ആ ചോദ്യങ്ങൾക്കെല്ലാം ബൈബിൾ തരുന്ന മറുപടികളിലേക്കും അതിന്റെ ഉള്ളടക്കത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഒരു ആമുഖമായി തന്നെ കണ്ടാൽ മതി. നമുക്ക് ഗഹനമായി നാളെ ഒക്കെ പോകാം. ഞാൻ ഇന്ന് ബൈബിളിൽ തന്നെ ഒന്ന് കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് കരുതട്ടെ. ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. 1:1 നമ്മളുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ മറക്കാനാവാത്ത വചനം. അത് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചോളൂ, എന്നിട്ട് നമുക്ക് ആരംഭിക്കാം. നമ്മുടെ മലയാള പരിഭാഷയിലുള്ള ഒരു പ്രശ്നമുണ്ട്, അതുകൂടെ എടുത്തു കാണിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പൊ മലയാളത്തിൽ തന്നെ വായിച്ചോളൂ. 1:1 ജനസിസ് 1:1 ഒന്ന് വായിച്ചു. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ഇംഗ്ലീഷിലൂടെ വായിച്ചു. ഇനി RSVO ഏതെങ്കിലും വേർഷൻ എടുക്കാം. ഇത്തരം പഠനത്തിന് വായനകളിൽ കഴിയുന്നത് NIV ഒഴിവാക്കുക. RSVO KJVയുടെ ഏതെങ്കിലും KJV, NKJV, RSVO ഉപയോഗിക്കാം. In the beginning God created the heavens and the earth. താങ്ക് യു. അത് മനപ്പാടം തന്നെ അറിയാവുന്ന വാക്യാണ്. നന്ദി. അപ്പോ ആദ്യം പറയട്ടെ, ഈ വാക്യത്തിന്റെ പരിഭാഷയിൽ മലയാളത്തിൽ ഒരു പിണഞ്ഞൊരു അവസ്ഥ ഉണ്ട്. ഒത്തിരി മലയാള പരിഭാഷകൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ട്, പഠനകൃതികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടില്ല. ഇത് ശരിയായിട്ടുള്ള പരിഭാഷ, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ആ ബഹുവചനം നിങ്ങളൊന്ന് കാണണം. ഹെവൻസ്, സ്വർഗങ്ങൾ എന്നൊരു പ്രയോഗം. അപ്പോ ഇത് ശരിക്ക് ആകാശം എന്നല്ല പരിഭാഷപ്പെടുന്നത്, സ്വർഗങ്ങൾ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അപ്പോ ആദിയിൽ ദൈവം സ്വർഗങ്ങളെ, ഭൂമിയെ സൃഷ്ടിച്ചു. ശരിക്ക് ആ ഹീബ്രുവിൽ കിടക്കുന്നത് ബെറിഷിത് ബാറ എലോഹി എറ്റ് ഹാ ഷമയി വേ ഹാ ഇറക്സ്. ആദിയിൽ എലോഹി സർവശക്തൻ സ്വർഗങ്ങളെ എന്നതുപോലെ നിലമുള്ള ഇടത്തെ, അതായത് ഭൂമിയെ, എറക്സിനെയും സൃഷ്ടിച്ചു. ശരിക്കും ഈ സൃഷ്ടിച്ചു എന്ന് പറയാൻ ഉൽപ്പത്തിയിലുള്ളത് 3 പദങ്ങളാണ്. ഇതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ടാണ് ഈ രൂപത്തിൽ പറയുന്നത്. ശ്രദ്ധിക്കുക, 3 പദങ്ങൾ നമുക്ക് കൃത്യമായി സൃഷ്ടിച്ചു എന്ന് പറയാൻ ഇവിടെ കാണുന്നു. ഏതൊക്കെയാണ് ആ പദങ്ങൾ? അതിലേക്ക് നമുക്ക് വരാം. സൃഷ്ടിച്ചു എന്ന് പറയാൻ ഉപയോഗിച്ച 3 ഹീബ്രു പദങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ പദം BARA, ബാറ എന്നാണ്. ബാറ, BARA, ബാറയാണ് ഒന്നാമത്തെ പദമെങ്കിൽ ആ പദത്തിൽ നിന്നാണ് ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ടു ക്രിയേറ്റ് എന്ന് ദൈവം കൽപ്പിച്ചു. ടു ക്രിയേറ്റിന് ഉപയോഗിച്ച പദമാണ് ബാറ. ഈ ബാറ എന്ന പദം ഈ ഭാഗത്ത് കണ്ടിട്ട് താഴേക്ക് വരുന്ന ഇടത്ത് മറ്റൊരു പദം കയറി വരും. ആ പദം ആസ എന്നതാണ്. ആസയുടെ ഇംഗ്ലീഷിലെ സ്പെല്ലിങ് ASA. അപ്പൊ ബാറ, ആസ ഇനി അവസാനം ഒന്നുണ്ട്, YTZR, യസർ എന്നാണ് വായിക്കേണ്ടത്. YTZR. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, യസർ എന്നത് വായിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്, കാരണം വൗവൽസ് കിട്ടണില്ല. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ഹീബ്രുവിൽ വൗവൽസ് ഇല്ല, ഭാഷയ്ക്ക് തന്നെ വൗവൽസ് ഇല്ല. കൺസോണൻസുകളെ വൗവൽസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചുപയോഗിക്കണം എന്നുള്ളതാണ് ആ ഭാഷയുടെ ശൈലി. അപ്പൊ ആദിയിൽ ദൈവം
സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് ബാറ ആണെങ്കിൽ സൃഷ്ടി എന്ന ആ പദപ്രയോഗത്തിന്റെ പിന്നീടുള്ള പ്രയോഗം അത് ആസയാണ്. ആ പദം ആസയാണ്. ഇനിയുള്ളത് യസ്സറാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ജസ്റ്റ് സൃഷ്ടിച്ചു അല്ലെങ്കിൽ ക്രിയേറ്റഡ് എന്ന് മാത്രം കാണുമ്പോൾ ഹീബ്രുവിൽ 3 പദങ്ങൾ. ആ 3 പദങ്ങളിൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബാറ എന്നതിന് ഒന്നുമില്ലായ്മയിൽ സൃഷ്ടിക്കുക, എക്സ് നിഹിലിയോ, ഒന്നുമില്ല, മൂലവസ്തുക്കളില്ല, ഇല്ലാത്ത സൃഷ്ടി, ആധാരപരമായി എന്തെങ്കിലും ഇല്ലാതെ സൃഷ്ടിക്കുക. അപ്പൊ ആ സൃഷ്ടി ചെയ്യാൻ ഓൺലി ഓൾമൈറ്റി ക്യാൻ ഡു സോ. ഓൾമൈറ്റിക്ക് മാത്രം സാധിക്കുന്ന, സർവശക്തന് മാത്രം സാധിക്കുന്ന സൃഷ്ടി വൈഭവത്തെ കുറിച്ചാണ് ബാറ എന്ന് പറയുന്നത്. ബാറ എന്ന പ്രവൃത്തി അല്ലെങ്കിൽ അത്തരത്തിലെ സൃഷ്ടി നിർവഹിക്കാൻ സർവശക്തന് മാത്രമേ സാധിക്കൂ എന്നതാണ് അതിന്റെ അർത്ഥം. സർവശക്തന് മാത്രം സാധിക്കുന്ന സൃഷ്ടിയാണ് ബാറ എങ്കിൽ രണ്ടാമത്തെ നമുക്കും സാധിക്കുന്ന. എന്താ രണ്ടാമത് പറഞ്ഞത്? അത് ആസയാണ്. ആസ ഒരു ഫോമിന്റെ കൺവേർഷനാണ്. ഒന്നിനെ മാറ്റിയെടുക്കുക എന്നതാണ് മാറ്റിയെടുക്കൽ പ്രക്രിയ. അപ്പൊ ആ മാറ്റിയെടുക്കൽ പ്രക്രിയ എന്ന് പറയുന്നത്, ഇപ്പൊ അത് നമ്മള് കൂടുതലായി പറയാനില്ല. ഇപ്പൊ എന്റെ മുറിയിരിക്കുന്ന ഒരു ഷെൽഫ്, അത് പണ്ട് തടിയായിരുന്നു. ആ തടി ഒരു മരമായിരുന്നു. ആ മരം തടിയായി കഴിഞ്ഞ് അതിനെ വെട്ടി മുറിച്ചെടുത്ത് അത് അറുത്ത് റെഡിയാക്കി ഇങ്ങനെ ഒരു ഷെൽഫ് ആക്കി മാറ്റി. അപ്പൊ മരത്തിന്റെ സ്വാഭാവിക ഗുണം ഇപ്പൊ അതിനില്ല, അത് മറ്റൊന്നായി മാറി, ഷെൽഫായിട്ട് മാറി. അപ്പൊ മരത്തിൽ നിന്ന് ഒരു അൽമാര ഉണ്ടായതുപോലെ, തടിയിൽ നിന്നൊരു കട്ടിലുണ്ടായതുപോലെ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടന്റിൽ നിന്ന് ഒരു ക്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായതുപോലെ ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുക. അത് മനുഷ്യനും സാധിക്കും, ദൈവത്തിന് സാധിക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ല, മനുഷ്യനും സാധിക്കും. അപ്പൊ ബാറ എന്നത് മനുഷ്യന് സാധിക്കില്ല, ദൈവത്തിന് മാത്രം. ആസ എന്നത് ദൈവത്തിനും മനുഷ്യനും സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം യസറാണ്. ഈ യസർ കാണുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതും ഒരു തരം കൺവേർഷനാണ്, ഒരു തരം ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോ ഇത് ആക്ച്വലി ട്രാൻസ്ഫോർമേഷനാണ് ആസ, പക്ഷെ യസർ അല്പം കൂടെ വ്യത്യാസമാണ്. അപ്പോ ഇവല്യൂഷൻ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഒന്നാണ് നമുക്ക് ആസ. അതായത് ഒന്ന് മറ്റൊന്നായി മാറുന്നു. ആ ഒന്നായി മാറുന്നത് അതിന്റെ സഹജ ഗുണത്തോട് യോജിപ്പുണ്ട്. തടിയുടെ അടിസ്ഥാന ഗുണം അതിനുണ്ട്. മരത്തിന്റെ ഗുണമേ ആ ജീവന്റെ തുടിപ്പുള്ള ഇലയും ഒക്കെ പ്രദാനം ചെയ്യുന്ന ആ മരത്തിന്റെ ചില ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. തടിയുടെ ഗുണം ആ തടി നിലനിർത്തും. അല്ലെങ്കിൽ ഒരു അയൺ കണ്ടന്റ്, ആ അയൺ കൊണ്ടുള്ള ഒരു മാറ്റം, അയണിന്റെ സ്വഭാവം നിലനിർത്തും. ഒരു രൂപത്തിന് മാറ്റം വരികയാണ്. രൂപം ഫോമിനെ മാറ്റുകയാണ്. അത് ട്രാൻസ്ഫോം, ആ ഫോമിനെ ട്രാൻസ്ഫർ ചെയ്യുക. ഇനി അടുത്തത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുമെങ്കിലും അല്പം ഗഹനമായി തന്നെ ചിന്തിക്കണം. നമുക്ക് എളുപ്പമാണ്. കാരണം നിങ്ങളുടെ പക്കൽ അല്ലെ എൻ്റെ പക്കൽ ഒരു ബുക്ക് തന്നിട്ട് ആ ബുക്കിനെ നേരെ മാറ്റം വരുത്തിയിട്ട് ജീവനുള്ള ഒരു വസ്തുവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് മറുപടി. അല്ലെങ്കിൽ അചേതനമായൊരു വസ്തു, ആ വസ്തുവിനെ നമുക്ക് ഒരു മെറ്റീരിയലിനെ നമുക്ക് യൂസ്ഫുൾ ആക്കി മാറ്റാം, പ്രയോജനപ്രദമാക്കി ഉപയോഗിക്കാം. പക്ഷെ അതിന് ജീവൻ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ജീവൻ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ ഒന്നിനെ പാഴേ മാറ്റിയെടുക്കുക, സഹജ ഗുണങ്ങളെ മുഴുവൻ മാറ്റിയിട്ട് അതുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊന്നിനെ ആക്കുക. അതൊരു സങ്കല്പം മാത്രമായിട്ട് ചുരുങ്ങുന്നു. അത് കഥകളിൽ വായിച്ചെറിഞ്ഞൊരു സങ്കല്പം മാത്രമാണ്. ഒന്നിനെ മറ്റൊന്നാക്കി തീർക്കും. പുരാണങ്ങളിലെല്ലാം ഒന്നിനെ മറ്റൊന്നാക്കി തീർക്കുന്ന ധാരാളം കഥകളുണ്ട്. പിന്നെ മാജിക്കുകാര് ഒന്നിനെ മറ്റൊന്നാക്കി തീർക്കുന്നുണ്ട്. റോസർ മുതുകാടോ ഇങ്ങനെയൊക്കെ പറയുന്ന അദ്ദേഹം ഒത്തിരി വിവാദങ്ങളിൽ കൂടെ പോകുന്നൊരു കാലമാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവർക്കൊക്കെ ചില മിറക്കിൾസ്, നമുക്ക് സാമാന്യ മനുഷ്യന് മിറക്കിൾസ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് മറ്റൊന്നാക്കാൻ കഴിയുന്നില്ല, പക്ഷെ ഒരു നേരത്തേക്ക് അങ്ങനെ തോന്നിപ്പിക്കാൻ കഴിയുന്നതാണ് മാജിക്. അപ്പൊ ഇതുപോലെയുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ആയ കാര്യത്തെയാണ് നമ്മൾ യസർ എന്ന് പറയുന്നത്. ആ യസറിനെ ഉപയോഗിച്ച ഇടം പറയാം. അതായത് യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ എടുത്തു, അവന്റെ മൂക്കില് ജീവശ്വാസം ഊതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ ഒരു പ്രക്രിയ അതിന് എന്തെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ കരുതുക. ഒന്ന്,
യഹോവയായ ദൈവം നിലത്തെ പൊടി. അപ്പൊ അതിനൊരു റീസൺ ഉണ്ട്. 2, പിന്നെ കിട്ടിയത് ഡസ്റ്റാണ്. ആ ഡസ്റ്റിലേക്ക് ഡസ്റ്റ് കൊണ്ടൊന്നിനെ ക്രിയേറ്റ് ചെയ്തിട്ട്, മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു എന്നുള്ള ഒരു പ്രയോഗം. അപ്പൊ ആ ഡസ്റ്റ് പ്ലസ് ലൈഫ് പ്ലസ് സ്പിരിറ്റ് അതിലേക്ക് വരിക. അപ്പോ ഒരു ട്രൈക്കോട്ടമസ് ബീയിങ് ആയിട്ട് അതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ആ സൃഷ്ടിയുടെ പ്രത്യേകത. അല്ലെങ്കിൽ മെനയുക എന്ന് മലയാളത്തിൽ പറയും, മറ്റൊന്നാക്കി മാറ്റുക. അതായത് ആസായിൽ നിന്ന് നമ്മൾ ഈ മൂന്നാമത് പറഞ്ഞ പദത്തിലേക്ക് വലിയ വ്യത്യാസമാണുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, അത് മനുഷ്യന് സാധിക്കില്ല, ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അപ്പൊ ആദ്യം പറഞ്ഞ ബാറ അത് ശൂന്യതയിൽ, രണ്ടാമത് അത് ഓൾമൈറ്റിക്ക് മാത്രമേ സാധിക്കൂ. രണ്ടാമത് പറഞ്ഞത് ആസ, അത് മനുഷ്യനും ദൈവത്തിനും സാധിക്കും, ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുക. മൂന്നാമത് പറയുന്ന കാര്യം അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. കാരണം ഒന്നിനെ സഹജ ഗുണങ്ങളോട്, നാച്ചുറലായ അതിന്റെ ക്വാളിറ്റിയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു നിലയിലേക്ക് ഉണ്ടാക്കിയെടുക്കുക, മാറ്റിയെടുക്കുക എന്നുള്ളതാണ് യത്സർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പദങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടുന്നില്ല, ഈ 3 പദങ്ങൾ മലയാളത്തിൽ കിട്ടുന്നില്ല. പരിഭാഷകര് ഇതിന്റെ സൂക്ഷ്മാംശങ്ങളെ ഗ്രഹിച്ചിട്ടില്ല. ഗ്രഹിച്ചിട്ടില്ല എന്നിട്ടല്ല, ഒരുപക്ഷെ അത് അങ്ങനെ പ്രതിഫലിപ്പിക്കത്തക്ക വിധമുള്ള ഒരു സ്പേസ് അവർക്ക് പരിഭാഷയിൽ കിട്ടിക്കാണില്ല. അതൊക്കെ കൊണ്ട് ഈ ഒരു പരിമിതി അവിടെ ഉണ്ട്. അപ്പൊ ഡീപ് സ്റ്റഡി നടത്തുക വഴി നമ്മൾ എത്രമാത്രമാണ് തിരുവെഴുത്തിനോട് സത്യസന്ധത പുലർത്തുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. എന്നെ സംബന്ധിച്ചോളം ഞാൻ നിരീശ്വരന്മാരും ഒക്കെ ചോദിക്കുമ്പോൾ നല്ല കോൺഫിഡൻസിലാണ് അവരോട് മറുപടി പറയുക. ശാസ്ത്രം പഠിക്കാത്ത എനിക്ക് അവരുടെ അടുത്ത് നിൽക്കാൻ കിട്ടിയ ആ ധൈര്യത്തിന്റെ പിന്നിലെ പ്രചോദനം ഇത് തന്നെയാണ്. എന്റെ സന്തോഷം, ഞാന് ഫിലോസഫി പഠിച്ച ആളാണ്, ശാസ്ത്രം പഠിച്ചിട്ടില്ല. അപ്പോ ഞാൻ ഒരു ഡിബേറ്റിന് ശേഷം എന്നെ ആദരനായ പ്രൊഫസർ മാത്യു പി തോമസ്, അദ്ദേഹം കെമിസ്ട്രിയുടെ പ്രൊഫസറാണ്, അദ്ദേഹം കേൾക്കത്തില്ലേ? ആദരനായ പ്രൊഫസറെ മാത്യു പി തോമസ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ കുറെ മെറ്റീരിയൽസ് തരാം, അത് പഠിച്ചിട്ട് ബ്രദർ ഇതൊക്കെ സമൂഹത്തോട് പറയണം. അദ്ദേഹം എനിക്ക് കുറെ മെറ്റീരിയൽസ് ഒക്കെ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ നമുക്ക് ഞാൻ ശാസ്ത്ര പഠിതാവല്ല, സെൽഫ് സ്റ്റഡിയാണ് എനിക്ക് അതിലുള്ളത്. അത് പറഞ്ഞു, അത് കുഴപ്പമില്ല, നന്നായിട്ട് അവിടെ പെർഫോം ചെയ്തു. എനിക്ക് വലിയൊരു സന്തോഷമായിട്ട് തോന്നി. ആ സന്തോഷം തോന്നാൻ കാരണം എന്റെ സെൽഫ് സ്റ്റഡി ബൈബിൾ കേന്ദ്രീകൃതമാണ്, ബൈബിൾ സെന്റേഡ് ആണ്. കാരണം അതില് എനിക്ക് ഞാൻ ശാസ്ത്രമായി ഗ്രഹിച്ച പല ആധികാരിക കൃതികളിലൂടെയും യാത്ര ചെയ്തപ്പോൾ എന്റെ വിശ്വാസം വർദ്ധിക്കുകയും ഞാൻ കൈകാര്യം ചെയ്യുന്ന തിരുവെഴുത്തിന്റെ പ്രിൻസിപ്പിൾസ്, ആ തത്വങ്ങൾ എത്ര സമഗ്രമാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഇവിടെ ഉൽപ്പത്തിയിൽ തന്നെ ഒരു കാര്യം കാണാം. ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിന്റെ അടിസ്ഥാന ചിന്തകളിൽ ഒന്നെന്താണ്? അതിന്റെ അടിസ്ഥാന ചിന്തകളിൽ ഒന്ന് മാറ്റർ, സ്പേസ്, ടൈം എന്നിങ്ങനെയാണ്. സ്പേസും മാറ്ററും ടൈമും കൂടാതെ ഊർജതന്ത്രം അഥവാ ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിന് എക്സ്പ്ലനേഷൻ ഇല്ല. അതാണ് അതിന്റെ ഫണ്ടമെന്റൽസിൽ വരുന്നതാണ്, ബേസിക്കിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഉൽപ്പത്തി എടുക്കുക, നിങ്ങൾക്ക് ഇത് 3 കാണാമോ ഉൽപ്പത്തിയിൽ എന്ന് ചോദിച്ചാൽ പ്രഥമ വാക്യത്തിൽ തന്നെ കാണാം. 1 ഇഞ്ച് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യ വാക്യത്തിൽ തന്നെ ടൈം നിങ്ങൾ കാണുന്നുണ്ട്, ആദിയിൽ. അതാണ് ടൈം എന്ന് പറയുന്നത്. രണ്ടാമത് കാണുന്നത് സ്പേസ് ആണ്, ആകാശം നിങ്ങൾ കാണുന്നു. സ്പേസ്, ആകാശം എന്നതിനെ പറ്റിയുള്ള മനുഷ്യന്റെ സങ്കല്പങ്ങള് ഇതിന്റെ മുകളിൽ ഒരു തട്ടുണ്ട് എന്ന ധാരണയിലാണ്. ആ തട്ട് അങ്ങനെ ഉണ്ടെന്നൊരു കവിക്ക് പറയാൻ തെറ്റൊന്നുമില്ല, കാവ്യരൂപേണ ആർക്കും പറയാം. പക്ഷേ ബൈബിൾ അതിനെ കൃത്യം സ്പേസ് എന്ന് തന്നെ കാണുന്നു. ഇനി അടുത്തത് മാറ്ററാണ്, ഒരു ഭൗതിക വസ്തു. ആ ഭൗതിക വസ്തു എന്താണ്? അത് ഭൂമിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ സ്വർഗഭൂമികളുടെ വിശകലനത്തിൽ സമയം എന്ന ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്നു. ടൈമും സ്പേസും മാറ്ററും നിങ്ങൾക്ക് ഒരുപോലെ അവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനിയുണ്ട് മറ്റൊരു വസ്തുത. നമ്മളെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരം എന്ന് പറയുന്നത് ബിഗ് ബാങ് എന്നൊരു തിയറിയാണ്. ഈ ബിഗ് ബാങ് തിയറിയെ എതിർത്തുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ധാരാളമായ വിശകലനങ്ങൾ വരുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അത് എതിർക്കേണ്ട ഒരു കാര്യമൊന്നും ബൈബിൾ പഠിതാക്കൾക്കില്ല. അതത്ര അപ്പോൾ തന്നെ അതൊരു തിയറിയാണ്, അതിന്റെ തിയറിയുടെ പരിമിതികളും. പക്ഷെങ്കിൽ ലഭ്യമായ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും ആധികാരികമാണ് ആ ബിഗ് ബാങ്. ഒരുപക്ഷെ ഞാനിത് പറയുന്നത് കുട്ടികൾക്കും അങ്ങനെയുള്ളവർക്കും ഒക്കെ പ്രയോജനപ്പെട്ടേക്കാം. ദൈവാസന്മാരും ഒക്കെ ഉണ്ടവർക്ക് മെഷീനുണ്ടോ എന്നൊരു ധാരണ എനിക്കില്ലാതെയില്ല. അപ്പോ ഇത്തരം ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അത് ഒരു സ്പിരിച്വലി എത്ര കണ്ട് എന്നൊരു തോന്നൽ ആളുകൾക്ക് വരാം. പക്ഷെ ഞാന് ഇത് ഗഹനമായി പഠിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെ ചിന്തകൾ നിങ്ങളോട് പങ്കിടുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും ഒരു പുനഃവിശകലനത്തിന്
അറിവുള്ളവരുമായി ചർച്ച ചെയ്ത് കണ്ടെത്താനൊക്കെ അത് വഴിയാവും. അതുകൊണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ എഴുതിയിടാൻ മറക്കണ്ട. അനിവാര്യമെങ്കിൽ കൂടുതൽ പഠനം നടത്തി പിന്നീടും അത് വിശകലനം ചെയ്യാം. ഇനിയോ ഞാൻ ചിന്തയിലേക്ക് വരട്ടെ. ഇവിടെ ഈ ബിഗ് ബാങ് എന്താണ് പറയുന്നത്? ഒരു സിംഗുലാരിറ്റി എക്സ്പാൻഡ് ചെയ്യുക. ആളുകൾ ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നിരീശ്വരന്മാരൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ പൊട്ടിത്തെറി എന്നൊരു ആശയമാണ് വരുന്നത്. അത് പൊട്ടിത്തെറിച്ചതൊന്നുമല്ല. ഈ ശാസ്ത്രം പറയുന്ന ആളുകൾ തന്നെയാണ് ശാസ്ത്രം എന്ന് പറയുന്ന കാര്യങ്ങളിലെ അബദ്ധം, സയന്റിസത്തെ സയൻസാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എന്നിട്ട് അതിന്റെ പരാതി മുഴുവൻ നമ്മുടെ മീതെ. ഇപ്പൊ കുരങ്ങൻ മനുഷ്യനായി എന്നുള്ള നിലവാരത്തിലേക്ക് ഈ ഇവല്യൂഷൻ തിയറിയെ കൊണ്ടിരുന്ന മനുഷ്യൻ. പക്ഷെ അതെന്നിട്ട് പറയും നമ്മൾ പാസ്റ്റർമാരോ അച്ഛന്മാരോ ഒക്കെയാണ് ഇങ്ങനെ ആക്കിയത്. അല്ല, കലാലയങ്ങളിൽ പഠിച്ച ശാസ്ത്ര കൃതികളിലെല്ലാം ഈ നമ്മൾ കണ്ടുവരുന്നത് മനസ്സിലാക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ആ ചിത്രം എന്താണ്? ഒരു പ്രിമിറ്റീവ് സ്റ്റേജില് ഒരു കുരങ്ങ്, ആ കുരങ്ങനുണ്ടാകുന്ന പരിണാമത്തെ ഈ ഒരുതരം കുരങ്ങായിട്ട് ഒരാൾ നിൽക്കുന്നു, അടുത്തത് ചിമ്പാൻസി ആകുന്നു, അങ്ങനെ കൂടി 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 ഒരു മനുഷ്യനാകുന്ന ഒരു ചിത്രം നമ്മൾ കലാലയത്തിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ചിന്ത നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഈ കുരങ്ങ് മനുഷ്യനായി എന്നുള്ള ആ വാദഗതി നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല. അത് ശരിക്കും എന്തെങ്കിലും ഇങ്ങനെ ആ ചിത്രം ഉണ്ട്, ഇത് കാണാമെന്ന് തോന്നുന്നു. അപ്പം കുരങ്ങുണ്ടല്ലോ, അത് ഇടത്തോട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഒരു മിറർ വ്യൂ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്ന ഒരു പ്രശ്നമുണ്ടേ. അപ്പൊ അവിടെ നിങ്ങൾ കണ്ടില്ലേ, ഒരു കുരങ്ങൻ അത് വളർന്ന് 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 ഒരു മനുഷ്യനാവുന്നു. ഇതാരാ നമ്മുടെ ഉള്ളിൽ തന്നത്? സയൻസ് പഠിപ്പിച്ച സാറാണ് സ്കൂളിൽ. എന്നിട്ട് പറയുന്നത് നമ്മൾ ആരോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു വെച്ചു. അല്ല, ഇവരാണ് തെറ്റിദ്ധരിപ്പിച്ചത്. ഈ തെറ്റിദ്ധാരണയിലൊന്നാണ് ബിഗ് ബാങ്. അത് പൊട്ടിത്തെറി അല്ല വാസ്തവം. അവിടെ പൊട്ടുന്നും തെറിക്കുന്നൊന്നുമില്ല. മഹാവിസ്ഫോടനം എന്ന് പറയുന്നത് മറ്റൊന്നാണ്, ഒരു സിംഗുലാരിറ്റി. അത് വികാസം പ്രാപിച്ച് അത് ഇന്ന് കാണുന്ന അളവിലേക്ക് എത്തുന്നു. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരു ഘട്ടത്തിലും കാണാനാവാത്ത ഒരു സൂക്ഷ്മ കണം അത് വികസിക്കുന്നു എന്നാണ്. വികാസമാണ് ആ സംഭവിക്കുന്നത്, വികസിക്കുന്നത്. അപ്പം ആ വികാസം സാധ്യമാണ് എന്ന് തന്നെ കരുതുന്ന ഒരാളാണ് ഞാൻ. അത് സാധിക്കും. എന്താ പറ്റാത്തത്? ഒരു ചെറിയ വസ്തു, ആ ചെറിയ വസ്തു വികസിക്കാൻ സാധിക്കുന്നറിയോ? വലിയൊരു വസ്തുവിനെ നമുക്ക് കംപ്രസ് ചെയ്ത് ഒതുക്കാനായിട്ടും പറ്റും എന്നുള്ളതാണ്. ഇപ്പോ നിങ്ങളിരിക്കുന്ന ഇടത്ത് അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് വെളിച്ചമുണ്ട്. ഈ വെളിച്ചത്തിന്റെ കാരണമായ ഈ വെളിച്ചത്തെ മുതൽ ഞാൻ എൻ്റെ ഭാഷയിൽ പറയണമെന്ന് ഓർക്കരുത്. ഈ ട്യൂബ് ലൈറ്റില് അല്ലെങ്കിൽ അല്ലാതെയുള്ള വെളിച്ച സ്രോതസ്, ഇതെല്ലാം കൂടെ നമുക്ക് ചെറിയൊരു മൈന്യൂട്ട് ലെവലിലേക്ക് കംപ്രസ് ചെയ്ത് വെക്കാൻ പറ്റും, തിരിച്ച് ഒതുക്കി വെക്കാനായിട്ട് പറ്റും. ആറ്റം ബോംബൊക്കിന്റെ ഒക്കെ ഒരു സംവിധാനം അത് തന്നെയാണല്ലോ. അപ്പൊ അത് പിന്നെ ഇതുപോലെ പൊട്ടിത്തെറിക്കുമെങ്കിൽ ആ റിവേഴ്സ് സെറ്ററിൽ അതിനെ കൊണ്ടുവരാൻ പറ്റും. ബിഗ് ബാങ്ങിന്റെ വിശദീകരിക്കാൻ കഴിയാത്തൊരു കാര്യം ഇതാണ്. ഈ പ്രപഞ്ചം ഇങ്ങനെ വികാസം പ്രാപിച്ച പോലെ അത് അവസാനം ഇങ്ങനെ ചുരുങ്ങുമോ എന്ന് ചോദിച്ചാൽ ആ ഒരു ഉത്തരം പറയാൻ. കാരണം അത് ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെന്നുള്ള ന്യൂട്ടന്റെ പ്രിൻസിപ്പിൾ ഉണ്ട്, ഒരു ലോ ഉണ്ടല്ലോ. അതുകൂടെ യാഥാർത്ഥ്യമാകണം. അപ്പൊ ബിഗ് ബാങ്ങിന് ഒരു റിവേഴ്സ് ആയ ഒരു തിരിച്ചു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും മിണ്ടൂല, ആൾക്കാരും മിണ്ടൂല. കാരണം അത് അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി ബിഗ് ബാങ് ശരിയായിക്കോട്ടെ, അത് ഒരു ബൈബിൾ വിശ്വാസിയെ ഒരിക്കലും ആശങ്കപ്പെടുത്താറില്ല. അതിന്റെ കാര്യം കൂടി പറയാം. എന്താന്നാൽ ഒരു സിംഗുലാരിറ്റി അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നില് ഊർജത്തിന്റെ ഇടപെടൽ വേണം. ഈ ഊർജം ഇടപെടണം. ഊർജത്തിന്റെ ഏതെങ്കിലും ഭാവം അല്ല, അത് തന്നെ ഊർജ സ്രോതസ്സാണെന്ന് കരുതുക. അത് ഒരു സ്ഥിതികോർജമായി, പൊട്ടൻഷ്യൽ എനർജിയായി അത് നിലനിൽക്കുകയാണ്. ഈ പൊട്ടൻഷ്യൽ എനർജി അത് കൺവേർട്ട് ചെയ്തിട്ട് അത് യാന്ത്രികോർജമോ ഒക്കെ ആയിട്ട് മാറണമെങ്കിൽ, കൈനറ്റിക് എനർജി ഒക്കെ ആയിട്ട് മാറുന്നതാണല്ലോ ഈ പ്രക്രിയ. അങ്ങനെ വളർന്ന് വരണമെങ്കിൽ ഊർജ സ്രോതസ് ഉണ്ടാകണം. അപ്പൊ ഊർജത്തിന്റെ സ്രോതസ്സായ ആ പൊട്ടൻഷ്യൽ എനർജി അത് ഉണ്ടാകണമല്ലോ. അതെങ്ങനെ ഉണ്ടായി? അത് ഉണ്ടാകണമെങ്കിൽ കൃത്യമായി ഇതെല്ലാം ചെന്ന് ഒരു സൃഷ്ടാവിൽ നിൽക്കും. അതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. അത് സൃഷ്ടാവിൽ ചെല്ലാതെ ഒരിക്കലും അത് നിലനിൽക്കില്ല. അവിടെ അവര് ഉത്തരവില്ലാതെ കുഴങ്ങുന്ന ഒരു കാഴ്ച കാണും. അപ്പൊ ഇനി അടുത്തൊരു കാര്യം, സൃഷ്ടാവിലേക്ക് ഇത് എത്തുമെന്നുള്ളതിന്റെ വലിയൊരു സന്തോഷ നിർഭരമായ ഒരു ഇതുകൂടി പറയാം. നമുക്ക് ഈ ചലനത്തിനൊരു സമയമുണ്ട്. ആ ചലന സമയമുണ്ട്. ഈ നിശ്ചിത ഒരു സെക്കൻഡിന്റെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അംശത്തിൽ ഒരംശം കൊണ്ട് വേണം ഇതിങ്ങനെ വളർന്നു വരാൻ. അപ്പോ ഈ സ്പീഡ് ഇതിന് കിട്ടുന്നില്ല എങ്കിൽ ഇതിന്റെ ആകൃതി മുഴുവൻ മാറിപ്പോകും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടൊരു കാര്യം പറയാം. നിങ്ങളൊരൽപ്പം കളറുള്ള വെള്ളം എടുത്ത്, അല്ലെങ്കിൽ കളർ കൂട്ടി വെച്ചിരിക്കുന്നു ആ ഒരു ഗ്ലാസ്സിനുള്ളിൽ, അതെടുത്ത് ഒരു പേപ്പറിലേക്ക്, വിശാലമായി വിരിച്ചിട്ടിരിക്കുന്ന ഒരു വലിയ പേപ്പറിലേക്ക്, ഒരു ഓഡിറ്റോറിയത്തിലേക്ക് കുറേ പേപ്പറുകൾ നിരത്തി അതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. അതൊരിക്കലും നിങ്ങൾക്കൊരു നല്ല ചിത്രം തരില്ല. ആ ചിത്രം ഒരിക്കലും തരില്ല. ഇനി ഇപ്പോൾ ഒഴിച്ച ആ മഷി തന്നെ അത് അല്പ സ്പീഡ് കുറെ കൂടി കൂട്ടി ഒഴിക്കുക. ഇതെല്ലാം വ്യത്യസ്ത ചിത്രമേ തരും. അപ്പോ പലതരം ചിത്രങ്ങളെ തരും, പലതരത്തിൽ പല രൂപങ്ങളാണ് തരുന്നത്. ഒരിക്കലും പ്രപഞ്ചം അങ്ങനെ അല്ലല്ലോ. ആ പ്രപഞ്ചത്തിന് അളവുണ്ട്. ആ പ്രപഞ്ചത്തിന്റെ ഭ്രമണത്തിന് അളവുണ്ട്. അതിന് പരസ്പര ആശ്രയമുണ്ട്. അതിന് പരസ്പരം താങ്ങി നിർത്തുന്ന ഘടകങ്ങളുണ്ട്.
അതിന് ഗ്രാവിറ്റി ഉണ്ട്, പരസ്പരം അത്തരം ഗ്രാവിറ്റികളെ, അത്തരം ഗുരുത്വ തത്വങ്ങളെ ഒക്കെ ആധാരമാക്കിയാണ് പ്രപഞ്ചം പോകുന്നത്. ഒരു കണക്കില്ലാതെ പറ്റില്ല. അപ്പൊ ഒരു ഗണിത തത്വത്തെ ആധാരമാക്കിയാണ് ബിഗ് ബാങ് സംഭവിക്കുന്നത്. ആ ഗണിത തത്വത്തിൽ അതിന്റെ ആ അളവ് സെക്കൻഡിൽ 1 തെറ്റിപ്പോയാൽ, 1,00,000 മടങ്ങിൽ 1 തെറ്റിപ്പോയാൽ ഈ ഭൂമി ഇങ്ങനല്ല, അതിന്റെ ആ മനുഷ്യൻ ഇങ്ങനല്ല, ജീവജാലങ്ങൾ ഇങ്ങനല്ല, മരം ഇങ്ങനല്ല, അതിന് മറ്റൊരു ക്രമമാകും. അപ്പോൾ വലിയൊരു മാത്തമാറ്റീഷ്യന്റെ ഇടപെടൽ, അല്ലെങ്കിൽ ഒരു വലിയ കെമിസ്ട്രി നന്നായി ഗ്രഹിച്ച ഒരുവന്റെ ഇടപെടൽ ഇല്ലാതെ ഇന്നത്തെ പ്രപഞ്ചം ഉണ്ടാകില്ല. അവൻ മാത്സും കെമിസ്ട്രിയും ഫിസിക്സും ഒരുപോലെ ഗ്രഹിച്ച ഒരാളുടെ ഇടപെടൽ കൂടാതെ പ്രപഞ്ചം ഇന്ന് കാണുന്ന അവസ്ഥയിൽ വരില്ല. ഭൂമിക്ക് ഈ ചെരിവ് കിട്ടില്ല. സൂര്യന്റെ ചൂട് അരിച്ചെടുത്ത് നമുക്ക് തരുന്ന ഓസോൺ ലെയർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അതിന് സഞ്ചരിക്കാൻ കൃത്യമായൊരു ഓർബിറ്റിൽ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഇതിനെ കൃത്യം നിയതമാക്കി വെക്കണമെങ്കിൽ ആ ഡിസൈനർ ഫിസിക്സിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിലും അവഗാഹമുള്ള വ്യക്തി തന്നെ ആയിരിക്കണം. അവഗാഹമുള്ള വ്യക്തി, അല്ലാതെ കഴിയില്ല. ആ വ്യക്തിയോളം അറിവുള്ള ഒരുവനെയും കാണാൻ കഴിയില്ല. വിശാലമായ അറിവിന്റെ ഉറവിടത്തെയാണ് സത്യത്തിൽ മനുഷ്യൻ തേടേണ്ടത്. അത് തേടാനുള്ള ഒരു ഉയർന്ന മനസ്സും വിശാലതയും ഇല്ലാത്തതാണ് ഇന്നത്തെ ഭൗതിക ശാസ്ത്രകാരന്മാരിലെ നിരീശ്വരന്മാരുടെ പരാജയം. ഇത് കണ്ടവരായിരുന്നു ന്യൂട്ടനെ പോലുള്ള ആളുകൾ. ഇത് മനസ്സിലാക്കിയ ആളുകളായിരുന്നു അറിയപ്പെടുന്ന ഫാരഡയെ പോലെയൊക്കെയുള്ള ആളുകൾ. ആ ശാസ്ത്ര സത്യത്തിന്റെ കാരണഭൂതനെ കൂടി കണ്ടിരുന്നു. അപ്പോൾ ബിഗ് ബാങ് പറഞ്ഞാലും നിങ്ങൾ മറ്റൊരു തിയറി പറഞ്ഞാലും ഒരു കാര്യം ഓർക്കുക, ഒരു ക്രിയേറ്ററുടെ സാന്നിധ്യം അത് ഇല്ലാതെ പറ്റില്ല. അത് നല്ല കഴിവുള്ള ഒരു ക്രിയേറ്ററുടെ സാന്നിധ്യം. അത് നിസാരമായ ഒരു ഉദാഹരണത്തിൽ എന്ന് പറയാം. നമ്മുടെ മൊബൈൽ ഫോൺ താഴെ വീണ് പൊട്ടി എന്ന് കരുതുക. അങ്ങനെ നിങ്ങൾ കരുതിയാൽ മതി, അങ്ങനെ സംഭവിക്കില്ല. കാരണം നമ്മൾ ഇന്ന് മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അവയവം പോലെയായി. കണ്ണുപോലെ, കാലുപോലെ, മൂക്ക് പോലെ എന്റെ ഒരു ഓർഗൻ ആണത്. അത് നഷ്ടപ്പെട്ടു എന്ന് വരും. അപ്പം ഈ പൊട്ടിപ്പോയ ആ മൊബൈല്, അത് പൊട്ടാൻ ഉപയോഗിച്ച അത്രയും പവർ നമുക്ക് റിവേഴ്സിൽ ഉപയോഗിക്കാമെന്ന് വിചാരിക്കും. സാധ്യമല്ല. അത് ഉപയോഗിച്ചാൽ മൊബൈൽ ആവില്ല. മനസ്സിലായില്ലേ? നശിച്ച ഒരു വസ്തു റിവേഴ്സിലാവില്ല. എങ്ങനെ റിവേഴ്സിലാകും? ആക്കാൻ പറ്റണമെങ്കിൽ ഈ ശക്തിയല്ല പ്രയോജനപ്പെടുന്നത്, മറ്റൊരു തത്വം കൊണ്ട് അതിനെ ഈ രൂപത്തിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഒരു ഓർഡറിനെ ഡിസോർഡർ ആക്കി, ആ ഡിസോർഡറിനെ വീണ്ടും ഓർഡറിലാക്കാൻ മുമ്പ് പ്രയോഗിച്ച ആ സിദ്ധാന്തമല്ല, അതായത് തകർക്കാൻ ഉപയോഗിച്ച ആ പവർ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കില്ല. അതിന്റെ കണക്ക് വേറെയാണ്, അതിന്റെ ഫോഴ്സ് വേറെയാണ്, അതിന്റെ മെഷർമെന്റ് എല്ലാം വേറെയാണ്, അളവെല്ലാം വേറെയാണ്. ഒരു വാച്ച് താഴെ വീണു, വാച്ചിന്റെ ഉദാഹരണം ഏറ്റവും നല്ലത്. വാച്ച് താഴെ വീണ് പൊട്ടുന്നു, അത് എളുപ്പമാണ്. നമ്മൾ പറയില്ലേ, നശിപ്പിക്കാൻ എളുപ്പമാണ്, നിർമ്മിച്ചെടുക്കാൻ പാടാണ്. അപ്പൊ നിർമ്മിച്ചെടുക്കുക എന്നത് എത്രയോ ഏകാഗ്രത വേണ്ട, സൂക്ഷ്മത വേണ്ട ഒരു പ്രവൃത്തിയാണ്. സൂക്ഷ്മത വേണ്ട ആ പ്രവൃത്തിക്ക് എന്ന് നമ്മൾ നോക്കുക, അത് അമാനുഷികമായ ഒരു ഇടപെടലല്ലെങ്കിൽ ഈ കോടാനുകോടി വർഷമൊന്നും പോരാതെ. ഇത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക്, ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് വാച്ചുണ്ടാക്കുന്ന ഒരുവൻ ആ വസ്തുതകളെ കൊണ്ട് കൃത്യം ഉണ്ടാക്കി വെക്കുന്ന പോലെ ഈ വാച്ചിന്റെ റിപ്പയർ ചെയ്യുന്ന ആളാണ് എന്റെ വീക്ഷണത്തിൽ ഏറ്റവും ക്ഷമയുള്ളയാൾ. ക്ഷമ കിട്ടാൻ നല്ലൊരു പണിയാണ് ഈ വാച്ച് റിപ്പയറിന് പഠിക്കുക. ക്യാരംസ് കളിക്കുന്നത് ക്ഷമ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. നല്ല ക്ഷമ വർദ്ധിപ്പിക്കും ക്യാരംസ് കളിക്കുന്നത്. എന്റെ ചെറിയ കണ്ടെത്തലാണ്. അല്ലെങ്കിൽ ചെസ് കളിക്കുന്നതൊക്കെ ക്ഷമ വർദ്ധിപ്പിക്കും. അപ്പോ നമുക്ക് അത്രയും സൂക്ഷ്മത വേണം. ആ സൂക്ഷ്മതയോടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നത്. അപ്പുറത്തൊരു ചെക്ക് വെക്കുക. ആ ചെക്ക് വെക്കുമ്പോൾ ഒരു തടസ്സം വെച്ച് കൊടുക്കുമ്പോഴേക്ക് ആ തടസ്സത്തിന്റെ കുഴിക്കഴിക്കാനുള്ള ആ ശ്രമത്തിലൂടെ അയാളും ഈ ചെക്കിന്റെ ട്രിക്ക് വളരെ ചെറുതാണെന്നുള്ള ഒരു വിനോദത്തിൽ, അല്ലെങ്കിൽ മറ്റവനെ ഞാൻ ഒരു ചെറിയ ചെക്ക് കൊണ്ട് ഇവിടെ ഒതുക്കിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിൽ അടുത്ത ആളും ഇരിക്കുമ്പോൾ ഈ കളി അറിയാവുന്ന അനുഭവിക്കുന്ന ഒരു ആനന്ദം. പ്രപഞ്ച സൃഷ്ടിയും അങ്ങനെയാണ്. സൃഷ്ടാവ് ഒരു ചെറിയ ചെക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ അവിടെ നിന്നുകൊണ്ട് അജ്ഞാനിയായ നമ്മൾ ഈ കുരുക്കഴിക്കാൻ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ എളുപ്പം നമുക്ക് അദ്ദേഹത്തോട് തന്നെ പറയാം, സാർ താങ്കൾക്കാണിത് അഴിക്കാൻ കഴിയുന്നത്, അങ്ങേക്കാണിത് അഴിക്കാൻ കഴിയുന്നു. ആ പ്രപഞ്ചനാഥനോട് പറയാം, നീ അറിയുന്നു. ആ അറിവാണ് നീ അറിയുന്നു എന്ന അറിവ് വലിയൊരു ജ്ഞാനമാണ്. അപ്പോ അതുകൊണ്ടാണ് 19 സങ്കീർത്തനം പറയുന്നത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലകെ പ്രസിദ്ധമാക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തെ പറ്റി ഇത്ര മനോഹരമായി പാടിയൊരു പാട്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നു, വേഴ്സ്വർത്ത് എന്ന് നമുക്കൊരു കവിയുണ്ട് ആംഗലേയ സാഹിത്യത്തിൽ. വേഴ്സ്വർത്തിന്റെ കവിതകൾ എത്ര ഭംഗിയുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഫിഡലിറ്റി എന്നൊരു കവിത പലപ്പോഴും ഓർക്കാറുണ്ട്. ഒരു യജമാനന്റെ നായ നഷ്ടപ്പെട്ടിട്ട് അത് നാളുകൾക്ക് ശേഷം ആ യജമാനനും നായും ഒരുമിച്ച് യാത്ര ചെയ്ത ആ മനുഷ്യൻ മരിച്ചു പോകും. യജമാനൻ മരിച്ചു പോകവേ യജമാനന്റെ ശരീരത്തിന്റെ അരികിൽ കിടന്നുകൊണ്ട്, ഭൗതിക ശരീരത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് തേങ്ങി 3 മാസം കരയുന്ന ഒരു നായുടെ കഥ അദ്ദേഹം ഫിഡലിറ്റി എന്നൊരു കവിതയിൽ എഴുതിയിട്ടുണ്ട്. ആ കവിതയിൽ ഹെൽവീലിയൻ മൗണ്ടൻ പരിസര പ്രദേശങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുന്ന കണ്ടാൽ നമുക്ക് ആ സ്ഥലത്തെത്തിയ പ്രതീതി തോന്നും. വേഴ്സ്വർത്ത് ഒരു കവിത എഴുതിയാൽ ആ സ്ഥലത്തേക്ക് നമ്മളെ മാനസികമായി കൂട്ടിക്കൊണ്ടുപോകും.
ആ സ്ഥലത്തിന്റെ ഭംഗി നമ്മളെ ഹൃദയത്തിൽ കാണിച്ചു തരുന്നത്. ഞാൻ ഓർക്കാറുണ്ട്, യഥാർത്ഥത്തിലുള്ള ആ സ്ഥലത്തേക്കാൾ ഭംഗിയാണ് നമ്മുടെ മനസ്സിൽ ജനിക്കുന്ന ആ സ്ഥലം. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുക. അമേരിക്കയിൽ നിന്നുകൊണ്ട് ഒരാൾ ഇസ്രയേലിനെ പറ്റി ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിലെ ഇസ്രയേലോളം വളരാൻ യഥാർത്ഥ ഇസ്രയേലിന് കഴിയില്ല. നിങ്ങൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയെ പറ്റി ചിന്തിക്കുക. അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഹൈറേഞ്ചിന്റെ മലമടക്കുകളെ പറ്റി ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിൽ ജനിച്ച ഹൈറേഞ്ച് ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല. ആ സൗന്ദര്യത്തിന്റെ താഴെയാണ് ആ മനുഷ്യ മനസ്സിന്റെ ആ സൃഷ്ടി ഉണ്ടല്ലോ, ആ സൃഷ്ടിബോധത്തെ ഒന്ന് സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു സൃഷ്ടിബോധമുണ്ട്. ആ സൃഷ്ടിയെ നിങ്ങൾക്കൊന്ന് നിർമ്മിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഇവിടെയാണ് ദൈവത്തിന്റെ സൃഷ്ടിയുടെ പ്രത്യേകത. ദൈവത്തിന്റെ സൃഷ്ടിയിലെ വലിയ മനോഹാരിതകളെ എന്ത് അവൻ നിശ്ചയിച്ചോ അതവൻ ചെയ്തു എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിന്റെ മഹാത്മ്യം. ഏതായാലും ഒന്നിന്റെ ഒന്ന് ഉൽപ്പത്തി ഈ ഒരു ചരിത്രം നമുക്ക് തരികയാണ്. ആ ഒരു ചിത്രം വളരെ വ്യക്തമായി വരച്ചു തരികയാണ്. ആദിയിൽ, അതായത് ഒരു ടൈമിന്റെ നിർണയം, ഈ സമയം എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാൻ സമയമാവുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഈ നമ്മൾ മുമ്പ് വെളിപ്പാടും ദാനിയേലും പല ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ആൻഡ്രൂസിച്ചായൻ വെളിപ്പാട് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ചില ക്ലാസ്സുകൾ പിന്നീട് കേൾക്കാറുണ്ട്. വളരെ നല്ലതാണെന്നും എന്റെ ലൈവിൽ വന്നത് കേൾക്കണമെന്നും ഒക്കെ ആളുകളോട് പറയാറുണ്ട്. സ്തോത്രം. എന്തിനാണ് അത്? ഇതെന്നല്ല, സീരിയസ് ആയ ബൈബിൾ സ്റ്റഡി എല്ലാവരും കേൾക്കണം, ഇവിടുത്തെയും കേൾക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ കേട്ടാലും മതി, അന്നേരം കേൾക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ബോധ്യം വരുന്ന പലരുടെ ഷായിച്ചാന്റെയും ഒക്കെ ക്ലാസ്സുകൾ കേൾക്കാൻ പറയും, സാജു സി മാത്യുവിന്റെ ഒക്കെ ക്ലാസ്സുകൾ കേൾക്കാൻ ഇങ്ങനെ പറയാറുണ്ട്. എന്തിനാണെന്ന് അറിയണ്ടേ? ഇതില് ഈ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നവയുണ്ടെങ്കിൽ ഒന്ന് പറയുക. നമ്മുടെ ചിന്തയ്ക്കൊരു മാറ്റമൊക്കെ വരുത്താം. പക്ഷേ ഇത് ഈ രൂപത്തിൽ പറയുന്നത് വഴി നമ്മുടെ ആ ഡിവോഷൻ കുറയുമെന്നല്ല ഞാൻ ധരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കൂടും. നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും, പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ വ്യഗ്രത വർദ്ധിക്കും. ഇന്നിപ്പോ നമ്മുടെ ഇടയിൽ നിന്ന് ധാരാളം കുട്ടികൾ നിരീശ്വരന്മാരോട് മറുപടി പറയത്തക്ക വിധത്തിൽ ആർജിച്ച ഒരു വലിയ നേട്ടമുണ്ട്. അവരൊന്നും നിൽക്കുന്നില്ല നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ. എനിക്കത് കണ്ട് ഹൃദയം നിറയുന്ന അനുഭവം ഉണ്ടായി. നമ്മുടെ കുട്ടികൾ, ഈ സയന്റിസ്റ്റുകൾ എന്നൊക്കെ വ്യാജമടിച്ചടക്കുന്ന മനുഷ്യരെ ബൈബിൾ വെച്ചൊരു ചർച്ചയ്ക്ക് റെഡിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ശാസ്ത്രം പഠിച്ച കുട്ടികളുടെ മുമ്പിൽ, ദൈവമക്കളായ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിരണ്ടു പോകുന്ന, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത എത്തിസ്റ്റുകളെയാണ് നമ്മൾ കണ്ടതും മനസ്സിലാക്കിയതുമല്ല. അവിടെയാണ് ഈ ബൈബിളിന്റെ മഹത്വം, ഈ ചിന്തയുടെ മഹത്വം. എന്റെ അഭിപ്രായത്തിൽ ഇനി വരുന്ന സൺഡേ സ്കൂൾ സിലബസും ഒക്കെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ എഡ്യൂക്കേഷനൊക്കെ കാലോചിതമായി പരിഷ്കരിക്കണം. ഈ പുസ്തകത്തിന്റെ മഹനീയത, ഒരു സൃഷ്ടാവിലേക്ക് ഈ പുസ്തകം നമ്മളെ എങ്ങനെ കൊണ്ടെത്തിക്കുന്നു, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് അവിടേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നൊരു ബോധത്തിലേക്ക് നമ്മുടെ ബോധതലങ്ങളെ, ചിന്താമണ്ഡലങ്ങളെ പറിച്ചു നടുന്ന ഒരു പരിസ്ഥിതി സംജാതമാകേണ്ടതുണ്ട്. ഏതായാലും അടുത്തതിലേക്ക് വരാം. ആദിയില് എന്ന് പറയുന്നത് ഒരു ടൈമിനെ കണ്ടെത്തും, സമയത്തെ കണ്ടെത്തൽ വലിയൊരു പ്രക്രിയയാണ്. ഇപ്പൊ ഈ സമയം ചിലർക്ക് ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരു മറുപടി തരാം. കഴിഞ്ഞ ഒരു ഡിബേറ്റില് ഞാനൊരു ഗ്ലോബ് കൊണ്ടാണ് പോയത്. ഈ ഗ്ലോബ് കൊണ്ട് പോകാൻ ഒരു കാരണമാണ്, ഇവര് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ധാരണയുടെ പിശകിനെ ഒന്ന് അഴിക്കാൻ വേണ്ടിയാണ്. ചോദിച്ചു, പ്രപഞ്ചം ഉണ്ടായിട്ട് 6000 വർഷമേ ഉള്ളൂ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ സമയത്തെക്കുറിച്ചുള്ള ഒരു ധാരണയുടെ പ്രശ്നമാണ്. അതിനാണ് ഈ ഗ്ലോബ് കൊണ്ടുപോയത്. കാരണം ഈ ഭൂമി ആണല്ലോ ഗ്ലോബിന്റെ, ഭൂമിയുടെ ഒരു മിനിയേച്ചർ ആണല്ലോ, അതെടുത്ത് മാറ്റി വെച്ചു. അപ്പൊ ഇത് ഞാൻ ചോദിച്ചു, നിങ്ങൾ പറയുന്ന ദിവസം ഈ ഭൂമിയിലെ 24 മണിക്കൂറാണോ? അതെങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ തന്നെ തെറ്റിപ്പോവാ. കാരണം ഭൂമി കൂടി സൃഷ്ടിച്ച ഒരു സമയത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ഭൂമിയുടെ കറക്കമാണ് നമ്മൾ 24 മണിക്കൂറായിട്ട് കാണുന്നത്. പകൽ അവിടെയും രാത്രി ഇവിടെ ആയിട്ട് കാണുന്നത് ഈ 24 അവേഴ്സ് ആണ്. അപ്പം ഈ 24 അവേഴ്സ് ആണെങ്കിൽ ഈ ഭൂമിയിലെ ക്രമം കൊണ്ട് സൃഷ്ടിച്ചു എന്നൊരു ബോധമാണ്. അപ്പൊ ഈ നറേറ്റർ അല്ലെങ്കിൽ സൃഷ്ടാവോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളിനെയോ കേന്ദ്രീകരിച്ചാകരുത് ആ ചിന്ത. ആ ചിന്തിക്കുന്ന ആളിനെ കേന്ദ്രീകരിക്കും. ഞാൻ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഭൂമിയെ പറ്റി ചിന്തിച്ചാൽ അങ്ങനെ തോന്നാൻ കാരണം ഞാൻ കണ്ട ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്, അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. പക്ഷെ ദിവസം അങ്ങനെയല്ല, സമയത്തിന് മറ്റൊരു ക്രമമുണ്ട്. അതിനാണ് ഒരു ഉദാഹരണം പറയുന്നത്. അപ്പോ ഞാന് ഇവിടുന്ന് ഒരു ഉദാഹരണം പറയുന്നത് തെറ്റിദ്ധരിക്കില്ല. ഒരു കൊച്ചുകുട്ടി പാടുന്ന കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഒരു കൊച്ചു മോളാണ് പാടിയത്. അപ്പൊ ഈ ഭൂമിയോട് ഏറ്റവും അടുത്ത ഒരു നക്ഷത്രം എന്ന് പറയുന്നത് 33,000 പ്രകാശവർഷം അകലെയാണ് അത് നിലനിൽക്കുന്നത്. അപ്പൊ ഞാൻ ആ മോൾക്ക് ഒരു 10-15 വയസ്സ് പ്രായം കണക്കൂട്ടുന്നു. അതിൽ താഴെയാണെങ്കിൽ മോള് വളരെ ക്ഷമിക്കണം. കൂടുതലാണെങ്കിൽ അങ്കിളിനോട് ഒരു നന്ദി പറയുകയും ചെയ്യണം. ഞാൻ അത്രയും ചെറുതാക്കി തന്നിട്ടുണ്ട്. പോട്ടെ, ഇനി അതിൽ കൂടുതലാണെങ്കിൽ വിട്. അപ്പോ ആ മോള് തീരുമാനിച്ചു ഈ പ്രകാശവർഷം 33 പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രത്തിലേക്കൊന്ന് യാത്ര ചെയ്യാം ഒന്ന് തീരുമാനിച്ചിട്ട് പോവാണ്. അപ്പോ ആ പോകുന്ന യാത്രയില് അവള് പ്രകാശവർഷം വേഗത്തിൽ പോയി. മനസ്സിലായില്ലേ? ആ വേഗത്തിൽ പോയാൽ നമ്മുടെ ഭൂമിയിലെ 33 വർഷം മതി.
കാരണം 33 പ്രകാശവർഷ അകലെയുള്ള നക്ഷത്രത്തിലേക്ക് അതേ വേഗത്തിൽ പോയാൽ, അത് മനുഷ്യന് സാധിക്കില്ല എന്നുള്ള മറ്റൊരു കാര്യം, ആ വേഗത്തിൽ പോയാൽ ഭൂമിയിലെ 33 വർഷം മതി അവിടെ ചെല്ലാൻ. പക്ഷെങ്കിൽ ഈ 33 വർഷം ഈ കുട്ടിക്ക് ഇതിന്റെ വേഗത കാരണം അത് ഫീൽ ചെയ്യില്ല. അവളവിടെ പോയിട്ട് തിരിച്ചിഞ്ഞു വന്നു. തിരിച്ചു വരുമ്പോഴേക്ക് അങ്ങോട്ട് 33 വർഷം, ഇങ്ങോട്ട് 33 വർഷം. അപ്പൊ ഈ പെൺകുട്ടിക്ക് അതൊരു മാറ്റവും വന്നിട്ടില്ല. അവൾക്ക് അവിടെ വരെ പോയി തിരിച്ചു പെട്ടെന്നാ വന്നത് ഇതിന്റെ വേഗത കാരണം. അപ്പൊ അവിടെ ഈ 33 എന്താ, ഇവിടുന്ന് ഈ വാഹനത്തിൽ കയറി അങ്ങോട്ട് പോയപ്പോഴേ ഈ കറക്കം ഇവിടെ തുടങ്ങി. കറക്കം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ഫാൻ കറങ്ങുന്ന പോലെ ഇതിന്റെ കറക്കം മുകളിലേക്ക് പോകുന്നതോടെ ഇതിന്റെ സ്പീഡ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പോയി ഇവളങ്ങ് ചെന്നിട്ട് അവള് തിരിച്ചിഞ്ഞു വന്നു. തിരിച്ചു വരുമ്പോഴേക്ക് അടുത്തോട്ട് വരുമ്പോഴേക്ക് ഈ കറക്കം കുറയുന്നതായിട്ട് ലാസ്റ്റ് നിശ്ചലമാകുന്നതായിട്ട് അവൾ പോകുന്നു. നിശ്ചലമാകുന്നില്ല. ഇവിടെ എത്തുമ്പോഴേക്ക് 66 വർഷമായി. അപ്പോ ഇവിടുന്ന് അവൾ അവിടെ ഒരു അനിയനെ കണ്ടിട്ട് പോയി എന്ന് വിചാരിക്കുക. 5 വയസ്സായി പ്രായം. അപ്പൊ ഇവള് തിരിച്ചു വരുമ്പോഴേക്ക് 66 5 71 വയസ്സ് അവന് പ്രായമായി. അവൻ വൃദ്ധനായി. ആ കുഞ്ഞ് അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അവരും അങ്കിളിനോട് ക്ഷമിക്കാതെ നിർവാഹമില്ല. അപ്പൊ ഈ 71 വയസ്സോടെ കൂടിയ ഒരു കിളവനെ അല്ലെങ്കിൽ ഒരു വൃദ്ധനെ, ഒരു വൃദ്ധയെ, അനിയത്തിയെ കാണാം. അപ്പൊ ഈ പെൺകുട്ടി വന്നിട്ട് ചോദിക്കും, ഇന്നാളിന്റെ എവിടെ ഇന്നാരെന്തിയെന്ന് ചോദിക്കുമ്പോഴേക്ക് ഒരു വൃദ്ധൻ ഇറങ്ങി വരും, അല്ലെങ്കിൽ ഒരു വൃദ്ധ ഇറങ്ങി വരുന്നു, പ്രായമുള്ള ഒരു മനുഷ്യൻ ഇറങ്ങി. ഈ മോൾക്ക് മനസ്സിലാകുന്ന വന്ന ആൾക്കും പിടികിട്ടുന്നില്ല ഇത് ആരാന്ന് പിടികിട്ടുന്നില്ല. കാരണം കാലം അത്രയും കഴിഞ്ഞു പോയി ഇവിടെ. അപ്പോൾ ഈ കുട്ടിക്ക് അത് കഴിയാൻ എന്തുകൊണ്ടാണ്? അപ്പോൾ ഓരോ മണ്ഡലത്തിനനുസരിച്ച് ടൈം വ്യത്യാസമാണ്, സമയക്രമത്തിൽ ഈ വ്യത്യാസം. അപ്പൊ 1-ാം ദിവസം എന്നൊക്കെ ബൈബിൾ പറയുന്ന ഒരു പ്രപഞ്ച ദിവസമാണ്, ഒരു കോസ്മിക് ദിവസത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എത്ര കോടി വർഷം എടുത്താലും, മനുഷ്യന്റെ എത്ര കോടി വർഷം എടുത്താലും ബൈബിളിൽ പറയുന്ന സംഭവമായിട്ട് അത് യാതൊരു പ്രശ്നവും വരുന്നില്ല. അതിന്റെ കൃത്യമായ സമയം നമുക്കറിയില്ല. അപ്പൊ എത്ര കോടി വർഷം ഭൂമിക്ക് പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും ബൈബിൾ ചിന്തയെ അത് ഒരിക്കലും അസ്ഥാനത്താക്കുന്നില്ല. മൊത്തത്തിലെടുത്താൽ ആ ടൈമിന്റെ ലെങ്ത് അവിടെ കൃത്യം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുണ്ട് അല്ലെ? ശാസ്ത്രം പറഞ്ഞാൽ ഇത്രയാണ് കൃത്യം എന്ന് പറഞ്ഞാൽ ആ കൃത്യത്തിന് ഇണങ്ങുന്ന വിധത്തിലാണ് ബൈബിളിന്റെ വിശദീകരണം നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്ലോബിനെ എടുത്ത് കാട്ടി എന്താ, സൂര്യൻ എവിടെ നിൽക്കുന്നു, ചന്ദ്രൻ അപ്പുറത്ത്, ചരാചരങ്ങളെല്ലാം ഇതിന് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നു, അല്ലെ സൂര്യനെ ചുറ്റി ഭൂമിയും എല്ലാം ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവൻ 1-ാം ദിവസം ഇതിനെ സൃഷ്ടിച്ചു, 2-ാം ദിവസം ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ഒരു ദിവസത്തെ പറ്റിയല്ല പറയുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് ഭൂമി. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വിശാല ലോകത്തിന്റെ ഒരു ദിവസമാണ് ആ സങ്കല്പം. ആ സങ്കല്പത്തെ ബൈബിളിലെ ഇതര വാക്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് സാധൂകരിക്കാനുണ്ട്. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്, മനുഷ്യൻ ഇനി ശാസ്ത്രത്തിന്റെ നൂതനങ്ങളായ പുത്തൻ അറിവുകളിലേക്ക് പോകുമ്പോൾ ആ അറിവുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അതിനൊപ്പം നടക്കേണ്ടത് ഈ തിരുവെഴുത്തിന്റെ നൈതികത ഉയർത്തിപ്പിടിക്കുന്ന, ആ നീതിബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ലക്ഷ്യമായിരിക്കണം. നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കണം. കാരണം എവിടെ ആരെന്ത് കണ്ടെത്തിയാലും ഈ പുസ്തകത്തിന്റെ ആ നിസ്തുല്യതയെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. അചഞ്ചലമായ ആ ബോധത്തിലൂടെയാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ശക്തിപ്പെടുന്നത്. ഏത് പഠനം നടത്തുമ്പോഴും നമ്മളെ അത് കൂടുതൽ കരുത്തുറ്റവരാക്കി തീർക്കണം. ഇനി മറ്റൊരു കാര്യം കൂടി, ഞാൻ ആ ചർച്ചയിൽ അപ്പുറത്ത് ശാസ്ത്ര സത്യത്തെ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞു വന്ന നിരീശ്വരന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന തിയറിക്ക് അത് യാഥാർത്ഥ്യമായി നിലനിൽക്കണമെങ്കിൽ ഒരു നിയമം വേണം. അപ്പോ അങ്ങനെയെങ്കിൽ ന്യൂട്ടന്റെ ഏത് ചലന നിയമം അല്ലെങ്കിൽ ഐൻസ്റ്റീന്റെ ഏത് നിയമപ്രകാരമാണ് ഇത് ഈ ചലനം ഉണ്ടായത്, എന്ത് ചലനമാണ് അവിടെ വർക്കൗട്ട് ആയത്? ഒരു ഉത്തരവ് അവർക്ക് തരാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ കണ്ടെത്താത്ത നിയമങ്ങൾക്കപ്പുറത്ത്, അപ്പൊ ഇത് ന്യൂട്ടന്റെ ഏത് നിയമം വെച്ച് ഈ എക്സ്പാൻഷൻ ഇത് വിശദീകരിക്കും, എക്സ്പാൻഡ് ചെയ്യുന്നു ഈ രൂപത്തില്, അതും ക്രമം അനുസരിച്ച്. അപ്പോ ഇതെങ്ങനെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റും? ഉത്തരം തരാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ അപ്പോൾ നമുക്ക് കാണാം, നമ്മൾ കണ്ട ചലന നിയമങ്ങൾക്കപ്പുറം, നമ്മൾ മനസ്സിലാക്കിയ അറിവുകൾക്കപ്പുറം അത്യുന്നതന്റെ ആ ജ്ഞാനം, ആ അറിവ്, ആ ജ്ഞാനം എന്ന് പറയുന്നത് പോലും അവിടുത്തെ സൃഷ്ടിയാണ്. ദൈവത്തിന് അറിവ് എന്ന് പറയുന്നത് പോലും ആർജിതമായി ദൈവം കണ്ടെത്തിയ ഒരറിവല്ല. എന്റെ നിങ്ങളുടെ അറിവ് ആർജിതമാണ്, അറിഞ്ഞതവയാണ്, കേട്ടവയാണ്. പക്ഷെ ദൈവം എങ്ങൊന്നും കേട്ട അറിവല്ല, അറിവിന്റെ കാരണം അവനാണ്. അതുകൊണ്ടാണ് ഗ്രീസിലെ പ്രമുഖനായ ഹെറാക്ലിറ്റസ് എന്ന സയന്റിസ്റ്റ്, അദ്ദേഹം അന്നത്തെ ഒരു ശാസ്ത്രജ്ഞനാണ്, ചിന്തകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കണ്ടെത്തലുകളിൽ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു കാരണഭൂതനുണ്ട് എന്ന ചിന്ത വരും. പുതിയ നിയമം അതിനെ സാധൂകരിക്കും. അപ്പോ പുതിയ നിയമം ഉൽപ്പത്തിയിലേക്ക് കിടക്കുമ്പോൾ പുതിയ നിയമം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കിടക്കുമ്പോൾ അത് കൃത്യമായി വിശദീകരിക്കുന്നു. ഞാൻ ഇന്ന് ഉപസംഹാരം ഇങ്ങനെ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പറയുന്നു ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പൊ നമുക്ക് ജിജ്ഞാസയുള്ള നമുക്ക് അന്നത്തെ മനുഷ്യനേക്കാൾ ഇന്ന് ജിജ്ഞാസയാണ്. നമ്മൾ ചോദിക്കുകയാണ്, സുഹൃത്തെ, ആദിയിൽ എന്ന് പറയുന്ന ആ സീറോ, മാറ്റർ സീറോ ആയിരുന്നൊരു കാലമുണ്ട്, അത് അവിടുന്നാണോ ഈ പറയുന്നത്? അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു?
മാറ്റർ 0 ആകുന്നതിന് മുമ്പുള്ള അവസ്ഥ, ആ 0 പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് എന്തായി? ഈ ചോദ്യം ഉണ്ടാകുമല്ലോ നമുക്ക്. അന്നത്തെ മനുഷ്യനെ ഉണ്ടായി കാണാം, ഇല്ലെന്ന് പറയാൻ വയ്യ. അപ്പോ ആ ചിന്ത രൂപപ്പെട്ടു വരും, ആ ചിന്ത ശക്തിപ്പെട്ടു വരുമ്പോൾ വീണ്ടും അടുത്ത അതിന് ഉത്തരം അവിടെ ഇല്ല. പക്ഷെ മോശയ്ക്ക് ഉത്തരമുണ്ട്. മോശ പിന്നെയും നമ്മുടെ സങ്കീർത്തനം 90 എഴുതുമ്പോഴേക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു തീർക്കുന്നുണ്ട്. അതിനു മുമ്പ് ദൈവം ഉണ്ടായി. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവം. അപ്പോ അവിടെ വരെ മോശ എത്തി. അപ്പൊ ഉൽപ്പത്തിയിൽ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് മോശ വീണ്ടും പുറകിലേക്കാണ്, മുമ്പോട്ടാണ്. അപ്പൊ ഉൽപ്പത്തി എന്ന് പറയുന്നത് അതുവരെയുള്ള മനുഷ്യ ചോദ്യങ്ങൾ, സൃഷ്ടിയെക്കുറിച്ചുള്ള മനുഷ്യന്റെ ആകാംക്ഷകൾക്ക് ഇടയ്ക്ക് നിന്ന് ആരംഭിക്കുക. അതൊരു വൃത്തത്തിന്റെ ഇടയ്ക്ക് നിന്ന് ആരംഭിക്കുന്നതായിട്ട് സങ്കല്പിക്കണം. ഒരു വൃത്തത്തിന്റെ ഇടയ്ക്ക്, അതൊരു രേഖയല്ല. ആ രേഖയുടെ 0യിൽ നിന്നുള്ള ആരംഭമല്ല. ഇത് 0 ഫിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ 0 പോയിന്റ്, ആ അളവ്, ആ യൂണിറ്റ് നമ്മൾ ഒരിടത്ത് ഒരു വൃത്തത്തിൽ കൊണ്ട് കുത്തുക. വിശാലമായ ഒരു വൃത്തം, അതിന്റെ ഏതെങ്കിലും പോർഷനിൽ നിങ്ങൾ പേന കൊണ്ട് കുത്തിയാൽ അതാണ് അതിന്റെ 0. അവിടുന്ന് 1, 2, 3 എന്നിങ്ങനെ പോയി ക്ലോക്ക് വൈസിൽ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് എത്തുന്നു. അപ്പൊ എന്നതുപോലെ ഇതുപോലെയാണ് നിത്യതയെക്കുറിച്ചുള്ള ആ സങ്കല്പം. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് മോശയോട് ചോദിക്കുമ്പോൾ മോശ ഇങ്ങോട്ടല്ല നമ്മളെ കൊണ്ടുപോകും, ഇങ്ങോട്ട് കൊണ്ടുപോകാം. തിരിച്ച് എവിടെ കൊണ്ടെത്തിച്ചു എന്നറിയണ്ടേ? അങ്ങ് നീ അനാദിയായും. ഉൽപ്പത്തി 1:1 അതിന്റെ പിന്നിലാണ് സങ്കീർത്തനം 90:1 വരുന്നത്, മുമ്പിലല്ല, അതിന് ശേഷമല്ല. ഇത് രണ്ടിൽ ഏതാണ് ഒന്നാമത്തേത് എന്ന് ചോദിച്ചാൽ 90-ാം സങ്കീർത്തനാണെന്നാണ്. ഉൽപ്പത്തി അല്ല. ഉൽപ്പത്തിയുടെ പിന്നിൽ കിടക്കുന്ന ഒരു ചരിത്രം. ആദ്യം ദൈവം സ്വർഗങ്ങളെ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നുവെന്ന മനുഷ്യ ജിജ്ഞാസയുടെ ഒരു മറുപടി. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. മോശ എന്ന മനുഷ്യൻ ജീവിതത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ പറയാണ്, നമ്മുടെ ബന്ധം ഇന്ന് തുടങ്ങിയതല്ല, ഇന്ന് ഉള്ളതല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രായമുള്ള മനുഷ്യര് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറയില്ല, ഞാനും ഇന്ന ആളും തമ്മിലുള്ള ബന്ധം ഇന്ന് ഉടലെടുത്തതല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ. നമ്മളെ കാലം വളരെ ബാല്യത്തിലേക്ക് കൊണ്ടുപോകും. പണ്ട് കൂടെ പഠിച്ച ഒരു സുഹൃത്തിനെ നിങ്ങൾ കണ്ടാൽ പറയും, ഇവനും ഞാനും തമ്മിലുള്ള ബന്ധം ഇന്ന് തുടങ്ങിയല്ല. ഇപ്പോഴും നമ്മുടെ ആൻഡ്രൂസച്ചാൻ ഇവിടെ ഇരിക്കുന്നു. ആൻഡ്രൂസച്ചാനെ എടാ എന്ന് വിളിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം തിരിച്ചു വിളിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. എന്താണ് കാരണം? കൂടെ പഠിച്ചവൻ, ബാല്യകാല സുഹൃത്ത് നാട്ടിലിറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അയാൾ സാറേന്നോ പാസേന്നൊന്നും വിളിക്കില്ല, അതേ എടാന്നേ വിളിക്കുള്ളൂ. നീ എവിടെയായിരുന്നടാന്നേ ചോദിക്കുള്ളൂ. അത് കേൾക്കാൻ അദ്ദേഹം കാത്തിരിക്കുന്ന എന്തുകൊണ്ടാണ്? തിരിച്ച് അങ്ങോട്ട് സയന്റിസ്റ്റ് ആയിക്കൊള്ളട്ടെ, പ്രധാനമന്ത്രി ആയിക്കൊള്ളട്ടെ, അദ്ദേഹം തിരിച്ചിടാ. ഇത് നമ്മൾ ഈയിടയ്ക്ക് ഒരു കാഴ്ച കണ്ടു. പിണറായി മുഖ്യമന്ത്രിയെ പറ്റി കടയിൽ നിന്ന് ചായ കുടിക്കുന്ന ഒരാള് അറിയാതെ ഞാനും അവനും ഒന്നിച്ച് പഠിക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സാറെന്നാക്കി കളഞ്ഞു. അങ്ങനെ സംസാരിക്കുന്നുണ്ടോ? അത് കേട്ടാൽ ഈ സഖാവ് പിണറായിക്ക് ഒരിക്കലും പ്രയാസം തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താ? അത് ഫ്രണ്ടാണ്. ഫ്രണ്ടിന് ആ വിളി വിളിക്കാം. ആത്മബന്ധങ്ങളാണ് ആ വിളി വിളിക്കുന്നത്. മോശ എന്ന മനുഷ്യൻ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തിരിച്ചു പറയാണ്, ഈ ബന്ധം ഇന്ന് ആരംഭിച്ചല്ല, പണ്ട് 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 പർവ്വതങ്ങൾ ഉണ്ടായതിന്, ഭൂമണ്ഡലത്തെ സ്ഥാപിക്കും മുമ്പ് അനാദിയായും ശാശ്വതമായും. എന്തൊരു ഭംഗിയാണ് ആ മലയാള പരിപാടിക്ക്. അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. എന്നിട്ട് ആ പ്രപഞ്ച സത്യം പറയാ, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കും. ബാക്കി ആർക്കും കഴിയാത്തൊരു കാര്യം പറയാം. ആ റിവേഴ്സ് ഓർഡറിൽ തിരിച്ച് ഈ മർത്യനെ അവിടുന്ന് നിനക്ക് അനായാസനെ തിരിച്ചിങ്ങെടുക്കാവുന്നു. അങ്ങോട്ട് കളഞ്ഞിട്ട്, ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഓപ്പോസിറ്റ്, ഒരു വാച്ച് എറിഞ്ഞുടച്ചിട്ട് തിരിച്ചതുപോലെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല സാർ, എനിക്ക് സാധിക്കില്ല സാർ. പക്ഷെ പ്രപഞ്ചനാഥന് നമ്മെ തകർത്തിട്ട് തിരിച്ചതുപോലെ ആക്കാൻ പറ്റുമെന്ന് നീ മർത്യനെ തിരികെ ഇങ്ങനെ വിളിക്കും. അങ്ങനെയെങ്കില് നമുക്ക് ഒരു കാര്യം അറിയാം, എറിഞ്ഞുടയ്ക്കുന്നത് അവനാണെങ്കിൽ പുനർനിർമ്മിക്കാനും അവന് സാധിക്കും, അവന് മാത്രം സാധിക്കും എന്നുള്ള അറിവ് എത്ര സന്തോഷമാണ്. എറിഞ്ഞുടച്ചവൻ തിരിച്ച് നമുക്ക് തരിക. ചിലപ്പോഴൊക്കെ കുട്ടികൾ കളിക്കുന്ന ഒരു ഉപകരണം ശല്യമാകുമ്പോൾ നമ്മളെടുത്ത് എറിഞ്ഞുടയ്ക്കും, അതങ്ങ് കളയുമ്പോൾ കുഞ്ഞിന് സന്തോഷമേ ഉള്ളൂ. കാരണം കുഞ്ഞിനറിയാം ഇതിലും വലിയ നല്ല ഒരെണ്ണം വല്യപ്പ മേടിച്ചു തരും, അതിനുള്ള പണിയാണ്, ഇത് കളഞ്ഞോട്ടെ. കടയിലേക്ക് ഇറങ്ങി, ടൗണിലേക്ക് ഇറങ്ങി, സൂപ്പർ മാർക്കറ്റിലോട്ട് കയറുകയും വല്യപ്പായ്ക്ക് ഒരു പണി കൊടുക്കണം. അതുകൊണ്ട് അവനൊന്ന് ചൂണ്ടിക്കാണിക്കും, അത് തിരിച്ചിങ്ങിട്ടു. അപ്പോ പപ്പ എറിഞ്ഞുടയ്ക്കുന്ന കുഞ്ഞിന് സങ്കടമില്ല, അതിലും നല്ലത് വാങ്ങും, നല്ലതൊന്ന് വാങ്ങും. പക്ഷെ അത് പുതിയൊരെണ്ണമാണ് വാങ്ങുന്നെങ്കിൽ നമുക്കൊരു പപ്പയുണ്ട്, അവിടെ നമ്മളെ ഇങ്ങനെ ഉടച്ച് തറുത്തിട്ട് മണ്ണിലേക്ക് ചേർത്തിട്ട് തിരിച്ചെടുക്കുമെന്നുള്ള തോന്നല്, മരണം എന്ന സങ്കല്പത്തെ ലാഘവത്തോടെ കാണാൻ നമ്മളെ അത് ബോധ്യപ്പെടുത്തുന്നു. വളരെ ലാഘവബുദ്ധിയോടെ കാണാൻ അത് നമ്മളെ പഠിപ്പിക്കുന്നു. സമാഗമന കൂടാരത്തിൽ ഒരു നിലവിളക്കുണ്ട്. ആ നിലവിളക്കിന്റെ അതിലിട്ടിരിക്കുന്ന തിരിയുണ്ട്. ആ തിരി കെട്ടുകഴിയുമ്പോൾ ആ കരിന്തിരികൾ മുറിച്ചു മാറ്റുന്ന ഒരു ഉപകരണമുണ്ട്, ഒരു കത്രികയുണ്ട്. ആ കത്രിക പോലും സ്വർണം കൊണ്ടുള്ളതായിരിക്കണം.
അപ്പൊ ഉപയോഗം കഴിഞ്ഞ ആ കരിന്തിരി മുറിച്ചു മാറ്റാൻ സ്വർണം കൊണ്ടൊരു കത്രിക ഉപയോഗിക്കുന്നത് പോലെയാണ് മനുഷ്യന്റെ ജീവിതം, വിശേഷിച്ച് ദൈവമകന്റെ ജീവിതം. ശോഭിച്ച മനുഷ്യൻ കരിന്തിരിയായി കഴിയുമ്പോൾ അവനെ എടുത്തു കളയല്ല, മറിച്ച് അവനെ ഒരു സ്വർണം വിലപിടിപ്പുള്ള വസ്തു കൊണ്ട് മുറിച്ചു നിരാകരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയണ്ടേ? നമുക്ക് വീണ്ടും ഒരു പുനരുജ്ജീവനത്തിന്റെ സാധ്യത, അടുത്ത തിരി വീണ്ടും കത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഈ കരിന്തിരി അങ്ങോട്ട് മാറ്റിയിട്ട് എന്റെ അസ്തിത്വത്തെ നശിപ്പിക്കാതെ, എക്സിസ്റ്റൻസിനെ നശിപ്പിക്കാതെ, ചിലതിനെ മാത്രം ആവശ്യമില്ലാത്തതിനെ കളഞ്ഞിട്ട് എന്നെ ഉന്മേഷഭരിതനാക്കാൻ മറ്റൊരു കത്രികയല്ല, ഒരു സ്വർണം കൊണ്ടുള്ള കത്രിക അത് തന്നെ ഉപയോഗിച്ച് അത് വെട്ടണമെന്ന് ആഗ്രഹിക്കും. ഉടയവന്റെ ഇടപെടൽ കൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും ഇതുപോലെയാണ്. എന്നെ കൂടുതൽ കരുത്തനാക്കാൻ, ഞാൻ ഈ മണ്ണിലേക്ക് ചേർന്നിട്ട് കോടാനുകൂടി കരുത്തോടെ തിരിച്ചു വരും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നശിപ്പിക്കാൻ ഉപയോഗിച്ച ആ പവർ പോരാ വീണ്ടും പുനർനിർമ്മിക്കാനെങ്കിൽ കോടാനുകൂടി കരുത്തോടെ ദ്രവത്വത്തിൽ വിതയ്ക്കും, അദ്രവത്വത്തിൽ ഉയർക്കും. എന്തൊരു ആനന്ദമാണ് ആ വാക്കുകൾക്ക്. ജീവിത സമസ്യകളുടെ മുഴുവൻ ചുരുളടിക്കുന്ന അത്ഭുതകരമായ ആ ദൈവത്തിന്റെ ഇടപെടൽ. നമ്മള് പണ്ട് യോബ് ചോദിച്ചിട്ടുണ്ട്, ഒരു വൃക്ഷമായിരുന്നെങ്കിൽ പ്രത്യാശയുണ്ട്, അത് വീണ്ടും ഇങ്ങനെ പൊട്ടിക്കളും. അത് വെള്ളത്തിന്റെ ഗന്ധം കിട്ടിയാൽ അത് തളിർവിടും. പക്ഷെ പുരുഷനോ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാ? ഈ ചോദ്യം ചോദിച്ച് യോബ് ആശങ്കാകുലനാകുമ്പോ അതിന് ഉത്തരം പറയുന്നത് നമ്മുടെ സെയിൻ പോളാണ്. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നിട്ട് ദ്രവത്വത്തിൽ വിതച്ചിട്ടേ അദ്രവത്വത്തിൽ നമ്മൾ അങ്ങ് ഉയർത്തുക. വളരെ അപ്പൊ അതിന്റെ പിന്നിൽ ഒരു ചിലവുണ്ടെങ്കിൽ, ഒരു ഊർജം അവിടേക്ക് പ്രയോഗിക്കണമെങ്കിൽ ആ ഊർജത്തിന്റെ ദാതാവ് ദൈവമല്ലാതെ മറ്റാരുവാകാൻ കഴിയില്ല. അവിടുന്നാണ് ഏറ്റവും വലിയ കെമിസ്റ്റ്. പണ്ടൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ കമ്പൗണ്ടർ എന്നൊരു ജോലിയുണ്ട്. കമ്പൗണ്ടർ, എന്താണ് കമ്പൗണ്ടറുടെ ജോലി എന്ന് അറിയട്ടെ? അദ്ദേഹത്തിന്റെ പണി ഈ മരുന്നുകൾ കൃത്യം അനുപാതത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പൊ ആ തസ്തിയില്ല. അപ്പോ ഇങ്ങനെ മരുന്ന് കൂട്ടിച്ചേർക്കുക, അളവ് തെറ്റിപ്പോയാൽ അത് മറ്റൊന്നായി മാറും. അതിനുള്ള വിദഗ്ധമായ നോളജ് ഉണ്ടാവണം. ഏതൊരു വസ്തു അങ്ങനെയാണ്, അളവ് തെറ്റിപ്പോയാൽ ആ സംയുക്തം അർത്ഥവത്തായ ഒന്നിനെ തരികയും വിദഗ്ധനായ ഒരു കെമിസ്റ്റിന് മാത്രമേ ആ നിർമ്മിതി സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വിദഗ്ധനായ കെമിസ്റ്റ് നമ്മുടെ ദൈവമല്ലേ? പ്രപഞ്ചത്തിന്റെ ഈ കാര്യങ്ങളെ ആ ശരാശരിയിൽ, ആ പ്രപ്പോർഷനിൽ കൃത്യം രൂപപ്പെടുത്തി വെച്ച ആ പ്രപഞ്ചനാഥൻ, ആ പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള വെളിപ്പാടാണ് ഈ തിരുവെഴുത്ത്. ഇത് സയൻസ് അല്ല, മറിച്ച് സയൻസ് എന്താണ് എന്നുള്ള ആ നിങ്ങളുടെ കണ്ടെത്തലിന്റെ മുഴുവൻ ഉള്ളടക്കത്തെ സാധൂകരിച്ച് അതിന്റെ കാരണഭൂതന് മഹത്വമർപ്പിക്കുന്ന കൃതി. ഇനി 90 സങ്കീർത്തനം കൊണ്ടും അത് തീരുന്നില്ലെന്നേ. 90 സങ്കീർത്തനം കൊണ്ട് തീരുന്നില്ല. അതിന് റെവലേഷൻ വീണ്ടും പ്രോഗ്രസീവ് ആണ്. എന്താണ് കാരണം എന്നറിയണ്ടേ? ഉൽപ്പത്തിക്ക് ശേഷം നമുക്ക് അതിന്റെ പിന്നിൽ വെക്കാവുന്ന ഭാഗമാണ് 90 സങ്കീർത്തനം. ഇനി അതിന്റെ പിന്നിൽ വെക്കാൻ പറ്റുമോ? വെക്കാം. അതാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 1:1. കാരണം 90 സങ്കീർത്തനത്തിൽ മോശ അന്ന് വേണ്ട അറിവ് പറഞ്ഞു കൊടുത്തു. അതെന്താണ്? തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. എന്നാല് ആ സങ്കേതമായവനെ യോഹന്നാൻ കണ്ടുപിടിച്ചിട്ട് പറയാ, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, അവൻ ദൈവമായിരുന്നു. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, പക്ഷെ ആളെ ഇപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ കൂടെ നടക്കുക. ഇതാണ് ക്രിസ്ത്യാനിറ്റി. മനസ്സിലായില്ലേ? പ്രപഞ്ചനാഥൻ എന്റെ കൂടെ നടക്കുന്നു, എനിക്കൊപ്പം യാത്ര ചെയ്യുന്നു എന്ന് പറയുന്ന അറിവാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റിക്കാണ് ആ സമരസപ്പെടൽ, ആ മിസ്റ്റിക്കൽ യൂണിയൻ അത് ലോകത്തോട് പറയാൻ പറ്റിയത്. അതാണ് നമുക്ക് തീർത്ഥാടന കേന്ദ്രമില്ലാത്തത്. തേടിപ്പോകയല്ല, ആ പ്രപഞ്ചനാഥൻ ചുരുങ്ങി എന്നിലേക്ക് വരുന്നു, താഴേക്ക് വരുന്നു. താഴേക്ക് വരുന്നവൻ എന്ന് പറയാം. അതുകൊണ്ട് ദൈവം അവനെ എല്ലാ നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തി. ആ ഉയർച്ചയിലേക്ക് അവിടുന്ന് പോയ പറയാ, നമ്മളെയും അവനിരിക്കുന്ന ഇടത്തേക്ക് തിരികെ കൊണ്ടുവന്നാകും. അപ്പോ അത് അവിടെ ചെന്നു. ഇനിയുമുണ്ടോ അതിന്റെ പിന്നിൽ വെക്കാൻ പറ്റിയൊരു പുസ്തകം? അതിന്റെ പിന്നിൽ വെക്കാൻ പറ്റിയ പിന്നെ ഒരു ചിന്തയുണ്ട്. അപ്പൊ നമുക്ക് ഉൽപ്പത്തി തിരിഞ്ഞു പോകുന്നു നമ്മുടെ ചിന്തയിൽ. അപ്പൊ ആദിൽ ദൈവം സ്വർഗങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചു. അതിന്റെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് വെക്കാൻ പറ്റും 90 സങ്കീർത്തനം. ഇനി അതിന്റെ പിന്നിൽ വെക്കാമോ ഒന്ന്? അതാണ് യോഹന്നാൻ 1:1. ഇനി അതിന്റെ പിന്നിലൊന്ന് വെക്കാമോ? അതാണ് വെളിപ്പാട് പുസ്തകം. സകലതും എങ്ങനെയായിരിക്കുന്നു ഒടുവിലെന്ന് തിരിച്ചു വരിക. അതായത് വെളിപ്പാട് അവസാന പുസ്തകമല്ല, അത് ആദ്യ പുസ്തകമായി മാറുന്നു. ആ ചിന്തകൾ ആദ്യമായി മാറുന്നു. എന്താ കാര്യം? കർത്താവ് പറഞ്ഞു, പിതാവേ, നീ എന്നെ ഭൂമിയിലേക്കൊക്കെ അയച്ചു. ലോകാരംഭത്തിന് മുമ്പ് എനിക്ക് നിന്റെ അരികിൽ ഒരു മഹത്വം ഉണ്ടായി. അതിലേക്ക് എന്നെ തിരികെ ചേർക്കും. അവിടെ അവനിരിക്കുന്ന ഇടത്ത് തന്നെ നമ്മളെ തിരികെ കൊണ്ടു ചെല്ലുമ്പോൾ ഉൽപ്പത്തിയും വെളിപ്പാടും തമ്മിൽ ഇങ്ങനെ അടുത്ത് ക്ലബ്ബ് ചെയ്ത് കിടക്കുന്ന മനോഹരമായ ചേതോഹരമായ ഒരു കാഴ്ച കാണും. അപ്പോ എത്ര വിസ്മയകരമാണ് ഈ പുസ്തകം നമ്മളെ വക്കൽ പിടിപ്പിച്ച ഈ ദൈവം. അതുകൊണ്ട് എൻ്റെ ഇന്ന് വളരെ വളരെ പഴക്കമുള്ള പഴയ കാലഘട്ടത്തിലെ അക്ഷരമൊക്കെ എഴുതിയിട്ട് പുസ്തകം അടുത്ത കാലത്ത് എവിടെയോ പോയപ്പോൾ കിട്ടി. വലിയൊരു നിധി കിട്ടും പോലെ ആ മുഷിഞ്ഞ പുസ്തകം ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാരോ ഇത് ഉപയോഗിച്ച് ഏതോ എനിക്ക് പേരും ഒന്നും അറിയാത്ത ഒരു മനുഷ്യന്റെ കണ്ണീരും വിയർപ്പും വരകളും ഒക്കെ വീണ ഒരു പഴയ ബൈബിൾ. അത് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, നന്നായി ബൈബിൾ വായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, അതുകൊണ്ട് വരകളേറെ.
മരുഭൂമി പോലെ അത് വെറുതെ കിടക്കാൻ. ഇതിൽ അടയാളപ്പെടുത്തൽ ധാരാളമുണ്ട്, കുറിപ്പുകൾ ധാരാളമുണ്ട്. അപ്പോ ഈ പുസ്തകം എവിടെയോ ഇരുന്ന് എനിക്ക് അടുത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പൊ പഴയ ഈ പുസ്തകം വാങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ പുതിയതുണ്ട്, പക്ഷേ ഈ പഴയതിനൊരു മൂല്യമുണ്ട്. എന്താണെന്നറിയണ്ടേ? ഈ പുസ്തകത്തിലൂടെ അക്ഷരമറിയാത്ത നമ്മുടെ പൂർവികൻ ഇത് മാത്രം വായിക്കാൻ പഠിച്ചു, സിയോൻ ഗീതാവലി പാടാൻ പഠിച്ചു. നമ്മുടെ പൂർവികരിൽ പലർക്ക് ഈ രണ്ട് കാര്യങ്ങളെ അറിയത്തുള്ളായിരുന്നു. ബൈബിൾ വായിക്കാൻ അറിയാം, സിയോൻ ഗീതാവിലെ പാട്ടും അറിയാം. പക്ഷേ അക്ഷരങ്ങളുടെ, ആശയങ്ങളുടെ ഒരു പുതിയ ലോകത്തുകൂടി ഇത് മാത്രം വായിക്കാൻ പഠിച്ചവരുടെ 2-3 തലമുറ കഴിഞ്ഞപ്പോൾ നമ്മൾ ലോകത്തിന്റെ പല മണ്ഡലങ്ങളിൽ വിഹരിക്കത്തക്ക വിധം അവിടെ നമ്മളെ കൊണ്ടെത്തി നൂതനങ്ങളായ അറിവുകളുടെ പുത്തൻ വഴികളിലോ കൊണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വചനം പഠിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പ്രചോദനമാണ്. ഒരു ജീവിതമേ ഭൂമിയിലുണ്ട്. അറിവുകളിൽ ഏറ്റവും വലുത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്, ആ ജ്ഞാനമാണ്, ആ ബോധമാണ്. ആ ബോധത്തിലൂടെ നമുക്ക് ഈ സൃഷ്ടിയുടെ മഹാത്മ്യവും സൃഷ്ടാവിന്റെ ഇടപെടലും കൂടുതൽ കരുത്തോടെ അറിയാൻ സർവശക്തൻ കൃപയും പ്രാപ്തിയും അവസരവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്ന് അവസാനിപ്പിക്കുന്നു.